നമ്മുടെ അടുത്ത സെഷൻ എന്നെ സ്വാധീനിച്ച സാഹിത്യകൃതികൾ. അത് മോഡറേറ്റ് ചെയ്യുന്നത് സുമാർ സാറാണ്. സുമാർ സാറിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് സെഷനിൽ എല്ലാവരും സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധ്യാപകനും അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുമായ അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായിട്ട് കാനഡയിലെ വാൻകൂവറിലാണ് താമസിക്കുന്നത്. ഭാരതീയ തത്വചിന്തയെ അടിസ്ഥാനമാക്കി 18ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പല പുസ്തകങ്ങളും ആമസോണിൽ ലഭ്യമാണ്. സുമാർ സാറിനെ അടുത്ത സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിന് ക്ഷണിയോട് ക്ഷണിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തത്, അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗുണ്ട്, ബ്ലോഗേജ് വില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസും എല്ലാം അദ്ദേഹം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് അദ്ദേഹം അവിടെ ആക്റ്റീവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ബ്ലോഗ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പല രചനകളും കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ബ്ലോഗേൻ വില്ല എന്ന് പറഞ്ഞ മറ്റേ ബ്ലോഗിനെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി ഒരു ചെറിയൊരു തമാശ. ഇപ്പം എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി വരട്ടെ. അത് ബ്ലോഗേൻ വില്ല എന്നാണ് ഞാൻ അതിനകത്ത് പേരിട്ടത്. അതിനകത്ത് രണ്ട് മൂന്ന് ബ്ലോഗൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്നെ US ഒരു വളരെ സ്നേഹമയ്യായ ഒരു ആൻറ്റി എനിക്കൊരു മെസ്സേജ് അയച്ചു. സുകുമാർജി, ഈ ബ്ലോഗൊക്കെ നന്നായിട്ടുണ്ട്, ആശയങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആശയങ്ങളൊക്കെയാണ്, പക്ഷെ അതിൻ്റെ പേര് സ്പെല്ലിങ് ശരിയല്ല കേട്ടോ. ബോഗെയിൻ വില്ല എന്നുള്ളതിൻ്റെ എല്ലൊന്നും ആവശ്യമില്ല അവിടെ. ബ്ലോഗെയിൻ വില്ല എന്നിട്ട് ശരിയായില്ല എന്ന്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ കവിത എല്ലാവർക്കും വഴങ്ങണമെന്നില്ല എന്ന് പറയാണ്. ഇല്ല പറഞ്ഞയച്ചില്ലെന്നെ രാഘവൻ, ഇന്നു പോകുന്നെന്നും ഞാനേ പറഞ്ഞൊരാൾ. വിജയലക്ഷ്മിയുടെ ഒരു കവിതയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഈ പാനലിൽ എനിക്കിഷ്ടപ്പെട്ട കൃതി, ആദ്യം പറഞ്ഞിരുന്നത് എന്നെ സ്വാധീനിച്ച സാഹിത്യ കൃതി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് നമ്മൾ ലോപിച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു കൃതിയെ പറ്റി സംസാരിക്കുക എന്നുള്ളതായി. അപ്പൊ അതിന് നമുക്കിന്ന് കൂടെ ഉള്ളവരുടെ പേര് പറയാം. ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു കൃതിയായി അവതരിപ്പിക്കുന്നത് സീതായനം. കവി വിജയലക്ഷ്മി. കവിക്ക് കവയത്രി എന്ന് പറയരുത് എന്നുള്ള അഭിപ്രായം എനിക്ക്. കവിയാണ്. അപ്പൊ അതുകൊണ്ട് കവി വിജയലക്ഷ്മിയാണ്. അത് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ്റെ ഭാര്യയായിട്ടുള്ള വിജയലക്ഷ്മിക്ക് സ്വന്തമായിട്ടാണ് അഡ്രസ്സ് ഉള്ളത്, കവി എന്നുള്ള നിലയിലും വ്യക്തി എന്നുള്ള നിലയിലും. പിന്നെ ഭാരത പര്യടനം, കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ടോം ആന്റണി സംസാരിക്കുന്നതാണ്. പിന്നെ ശങ്കർ മന, നമ്മുടെ പ്രസിഡന്റ്, ലാനയുടെ പ്രസിഡന്റ്, പാവങ്ങൾ, ക്രോധത്തിൻ്റെ മുന്തിരി പഴങ്ങൾ, പിന്നെ അംബേദ്കറുടെ തിരഞ്ഞെടുത്ത കൃതികൾ എന്നിവയെ ഒന്ന് ടച്ച് ചെയ്ത് പോകാനേ സമയം കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട കൃതികൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരെണ്ണമായിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഇതിലാണ്. പിന്നെ ജേക്കബ് ജോൺ, നമ്മുടെ കവിയായ ജേക്കബ് ജോൺ മേഴ്സി എന്നാണ് എനിക്ക് സബ്ജക്റ്റ് തന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മുരുകൻ കാട്ടാക്കടയാണോ ഈ മേഴ്സി എഴുതിയത്, അല്ലെങ്കിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പുതു കവികളൊക്കെ ആണോ? അല്ലല്ല, അത് ആശാന്റെ കരുണയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ അത്ര. അപ്പോൾ അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട കൃതിയാണോ വികൃതിയാണോ പറയേണ്ടത് എന്നും ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ഇതൊക്കെ രഹസ്യമാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ ഞാനതൊന്ന് പരസ്യമാക്കി, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് ഉമേഷ് കാളിദാസ കൃതികളെ പറ്റി ഉമേഷ് നരേന്ദ്രൻ പറയുന്നതാണ്. ഉമേഷും നമ്മുടെ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാവും എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇനി ഒന്ന് വായിച്ചു നോക്കണമെന്നുണ്ട്. അല്ല, അന്ന് ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, അത് എനിക്ക് ഇനി ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവുമായിരിക്കും, അറിയില്ല. ഞാൻ പ്രായമായിട്ട് വായിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില കൃതികളിൽ പെട്ടതാണത്. പിന്നെ ഉള്ളത് രാജീവ് മേനോൻ, ഒരു പെയിന്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ, മുഹമ്മദ് അബ്ബാസിൻ്റെ കൃതി. അപ്പോൾ ഇത്രയും കൃതികളാണ്. 7 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് സമയം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് തുടങ്ങി വയ്ക്കട്ടെ. അപ്പോൾ സീതായനം കൂട്ടുപോലെ ആണ് ഇതുപോലുള്ള സംഗതികൾ. ഈ ഒരു കഥാസന്ദർഭം തന്നെ തമിഴ്നാട്ടിലൊക്കെ പട്ടിമന്ത്രം എന്ന് പറഞ്ഞിട്ട് വർഷാവർഷങ്ങൾ ഇത് നടക്കും, ചർച്ചകൾ നടക്കും. ഒരാൾ പറയും രാമൻ സീതയെ ഉപേക്ഷിച്ച് ശരിയായില്ല, മറ്റേ ആൾ പറയും അത് അങ്ങനെയാണ് വേണ്ടത്, ധർമ്മം ഇങ്ങനെയാണ്.
അതേ ആൾക്കാർ തന്നെ ഉച്ചതിരിഞ്ഞ് വന്നിട്ട് നേരെ തിരിച്ചും സംസാരിക്കും, തിരിച്ചും ആർഗ്യ ചെയ്യും. അത് പട്ടി മന്ത്രം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊക്കെ വളരെ ഇതാണ്. അപ്പോൾ പക്ഷെ ഈ കഥകളിലൊക്കെ അങ്ങനെ ഈ രാജാവും രാജ്ഞിയും ഭംഗിയായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. ഈ ചർച്ച കാലാകാലം നീണ്ടു നിൽക്കണം എന്ന് ഈ ഇതിഹാസകാരന്മാർക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടും അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടും ആണ് ഇവർ കഥകൾ അല്ലെങ്കിൽ ഈ ഇതിഹാസങ്ങൾ എഴുതിയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നെ രാഘവൻ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. ഇന്നു പോകുന്നെന്നു ഞാനേ പറഞ്ഞൊരാൾ. എന്നെ ആരും കാട്ടിൽ പറഞ്ഞയച്ചൊന്നുമില്ല. ഞാൻ തന്നെ തീരുമാനിച്ചുറച്ച ഒരു കാര്യമാണ്. കൊട്ടാരം വിട്ടു പോകുന്നതാണ്. കാരണം എൻ്റെ അമ്മ പ്രകൃതിയാണ്, ഭൂമിയാണ്. അമ്മയുടെ അടുക്കലേക്കാണല്ലോ കന്നിപ്രസവത്തിനായിട്ട് സ്ത്രീകൾ പോകുന്നത്. ആദ്യത്തെ കുട്ടി ഉണ്ടാവാൻ അമ്മയുടെ അടുത്താണ് പോകുന്നത്. എൻ്റെ ഭാര്യ ആദ്യത്തെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവാൻ നാട്ടിൽ പോയിട്ടാണ് ഉണ്ടായത്. അമ്മയുടെ അടുത്താണ് പോകുന്നത്. പോകുമാറില്ലേ മാതൃഗേഹത്തിലേക്കാസന്ന പുത്രലബ്ധിക്കായി വധൂടിമാർ. അവിടെയാണ് എനിക്ക് വേണ്ട ശുശ്രൂഷയും സുരക്ഷിതത്വം ഒക്കെ കിട്ടുക. മാത്രമല്ല കുട്ടി പിറക്കുമ്പോൾ നഗരത്തിന്റെ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിന്റെ ആ ആഡംബരത്തിലേക്കല്ല വളരേണ്ടത്, മറിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിൽ മാനും മണ്ണും മൃഗങ്ങളും കിളികളും നിറഞ്ഞ ഇടത്ത് വേണം എൻ്റെ ഉണ്ണികൾ വളരാൻ എന്നതാണ് ആ അമ്മയുടെ ആഗ്രഹം. ഉണ്ണികൾ കൺ തുറക്കുന്നതെന്നമ്മ, ഉണ്ണികൾ കൺ തുറക്കുന്നതൻ അമ്മതൻ അംഗമാം പച്ചിലക്കൂട്ടിലായിടണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. ഇതെല്ലാം ഞാൻ വിജയലക്ഷ്മിയുടെ കവിതയിൽ നിന്ന് പാടുകയാണ് കേട്ടോ. കാരണം അവർ നാളെ നാടിനു വേണ്ടി തേരോട്ടേണ്ട ആൾക്കാരാണ്, നാട് ഭരിക്കേണ്ടവരാണ്. പുത്രന്മാരായ രാജകുമാരന്മാർ തേരേറുന്നതിന് മുമ്പ് നാടിൻ്റെ വേരറിയണം എന്ന് നിർബന്ധമുള്ള ഒരു അമ്മയും കൂടിയാണ് ഈ സീത. മാത്രമല്ല ഈ രാജാധികാരം പവിത്രമായി തീരുവാൻ രാമന്റെ ചാരെ ഞാൻ ഇല്ലാതെയാവണം എന്നുകൂടി നിശ്ചയിച്ചിട്ടാണ് ഈ സീത അവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് മാത്രം സാധ്യമാകുന്ന ഒരു പരിത്യാഗത്തിന്റെ കഥയാണ്. സീതാ പരിത്യാഗമല്ല, അത് രാമപരിത്യാഗമാണ് എന്നാണ് വിജയലക്ഷ്മി കവിതയിലൂടെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. കാരണം ഈ ശ്രീരാമൻ എൻ്റെ ഈ കഥയിൽ ഈ ശ്രീപുത്രൻ കൊട്ടാരവും കുടുംബവും ഉപേക്ഷിച്ച് പോയതിനേക്കാൾ ഒരുപക്ഷെ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് തോന്നും. കാരണം വളരെ ശ്രേഷ്ഠമായ ആത്മജ്ഞാനം എന്നുള്ള ഒരു സത്വമായ സ്വാർത്ഥത പോലും തീണ്ടാത്ത ഒരു ഉപേക്ഷയാണ് ഈ സീത ചെയ്തിട്ടുള്ളത്. രാമനെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കവിത വായിച്ചു പോകുമ്പോൾ നമുക്കൊരു സ്ത്രീപക്ഷപാതിയാവാൻ ആരും കൊതിച്ചു പോകുന്ന ആർജവമുള്ള ഫെമിനിസമാണ് ഈ വിജയലക്ഷ്മിയിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത്രയധികം ഭംഗിയായിട്ടുള്ള, കാരണം അത് സ്ത്രീയോടുള്ള സഹതാപം അല്ല നമുക്ക് വേണ്ടത്, ആദരവിലേക്ക് ഉയരുന്ന ഒരു കാവ്യ ഗരിമയാണ് ഈ കവിതയിലൂടെ വിജയലക്ഷ്മി കാണിക്കുന്നത്. ഈ കരഞ്ഞ് കണ്ണുനീർ വാഴ്ത്തി നിൽക്കുന്ന ഭാര്യയല്ല, മറിച്ച് തന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് യോഗവാസിഷ്ടമാണ് രാമന്റെ ഉള്ളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ളതെന്ന് അറിവുള്ള ആളാണ് ഈ സീത. യോഗവാസിഷ്ടം എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ഗ്രന്ഥമാണ്. യോഗവാസിഷ്ടം നിത്യപാരായണം എന്ന് പറഞ്ഞിട്ട് ഒരു 1500 പേജോളം ഉള്ളൊരു ബുക്ക് എഴുതാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് നമ്മളുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് യോഗവാസിഷ്ടം. ആ യോഗവാസിഷ്ടം ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായ രാമൻ എന്നെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് യോഗവാസിഷ്ടം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് വസിഷ്ഠം കൊടുത്ത എല്ലാവിധ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രാമനെ ഞാൻ പരിത്യജിച്ചു പോകുന്നത് പല പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. ഈ കുട്ടികൾക്ക് ഉള്ള നന്മ കൂടി അതിനകത്ത് ഉള്ളതാണ്. അപ്പൊ ഈ ഇത് കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ പരിത്യാഗ ദുഃഖ സങ്കല്പം വെറും കഥാമാലിക എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്മുടെ വിജയലക്ഷ്മി കവിത അവസാനിപ്പിക്കുന്നത്. അത് വാൽമീകിയുടെ ദർശനത്തിൽ സീതാത്യാഗമെന്നതിനുപരി ഇത് സീതയുടെ രാമപരിത്യാഗമാണ്. അതുകൊണ്ട് സഹതാപവും കണ്ണീരും അർഹിക്കുന്ന ഒന്നല്ല ഈ പരിത്യാഗ പർവം. വിജയലക്ഷ്മിയുടെ സീതായനം എന്ന കവിത ഇതിഹാസത്തിലെ സുപ്രധാനമായ ഒരു സന്ദർഭത്തെ ഉദാത്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീമതി വിജയലക്ഷ്മിയുടെ അധികം കവിതകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഈ ഒരു കവിത മതി. കാരണം
ഒരു കഥാസന്ദർഭത്തെ എടുത്ത് അതിലെ ആത്മജ്ഞാനത്തിന്റെ ഭാവം കൊണ്ടുവരുന്നതിന് ഈ വിജയലക്ഷ്മിക്ക് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതായത് സാധാരണ കവിതകളിൽ കണ്ടുവരുന്ന നിരാശയുടെ ചെടിപ്പ്, അനാവശ്യമായ ദുർഗ്രാഹ്യത, ഇതൊന്നുമില്ലാതെ നല്ലൊരു ഉദാത്തമായ കവിത തന്നെയാണത്. അത് നമ്മൾ സാധാരണ പറയും, യുക്തിയുക്തം വചോ ഗ്രാഹ്യം ബാലാദപി ശുകാദപി, യുക്തിഹീനം വച ത്യാജ്യം വൃദ്ധാദപി ശുകാദപി. യുക്തിയായിട്ട് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അത് നമുക്ക് കേൾക്കണം, നമുക്ക് ആക്സെപ്റ്റബിൾ ആവണം. അത് കിളി പറഞ്ഞതാണെങ്കിലും കുട്ടി പറഞ്ഞതാണെങ്കിലും നമ്മൾ സ്വീകരിക്കണം എന്ന ഒരു ആപ്തവാക്യമുണ്ട്. ഈ സീതായനം തുടങ്ങുന്നത് പോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പാടുകയാണ്. ഇല്ല പറഞ്ഞയച്ചില്ലെന്നെ രാഘവൻ, ഇന്നു പോകുന്നെന്നും ഞാനേ പറഞ്ഞൊരാൾ. താങ്ക് യു. ഇവിടെ ഭാരത പര്യടനത്തെ പറ്റി ടോം ആന്റണിയുടെ ഒരു ആസ്വാദനം ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു പണ്ഡിത സദസ്സിന് മുമ്പിൽ ഭാരത പര്യടനത്തെ പറ്റിയും കുട്ടിക്കൃഷ്ണമാലയെ പറ്റിയും പറയാൻ എനിക്ക് പറ്റുമോ എന്ന് തന്നെ എനിക്ക് ശങ്കയുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വളരെയധികം സ്വാധീനിച്ചുകൊണ്ട് മാത്രം ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്നലെ അൽമാനന്ദൻ സാർ ഭാരത പര്യടനത്തെ കുറിച്ച് കുറച്ച് പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള അപേക്ഷയുണ്ട്, ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞ് എനിക്കൊന്ന് നമ്മുടെ ഈ സദസ്സിനും കുറച്ചൊരു ആസ്വാദികരമായിട്ട് തീർക്കണമെന്ന് അദ്ദേഹത്തിനെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ സുമാർജിക്കും കൂടുതലായിട്ട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ഏറ്റവും അധികം ഭാരത പര്യടനം സ്വാധീനിച്ചത്, നമ്മൾ ചെറുപ്പം തൊട്ടേ മഹാഭാരതം വായിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ വായിക്കാനായിട്ട് ശ്രമിക്കുകയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മഹാഭാരതത്തെ നമ്മൾ കാണുന്നതിനും വളരെ മേലെയായിട്ട് അതിൻ്റെ ഒരു ദാർശനിക തലവും അതിലൂടെ എങ്ങനെയാണ് ജീവിതം, എനിക്കൊന്ന് മലയാളം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കല ജീവിതം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് മഹാഭാരതം ജീവിതത്തോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, മഹാഭാരതത്തിലെ ഓരോ സന്ദർഭവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നമ്മുടെ ജീവിതത്തോടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ധർമാധർമ്മങ്ങൾ, അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പലയിടത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എലമെന്റാണ്, ആ ഒരു ആസ്പെക്റ്റാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. അപ്പോൾ ഈ ഭാരത പര്യടനത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ എപ്പോഴും അദ്ദേഹത്തിന് മഹാഭാരത കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥാസന്ദർഭം കൗരവ സഭയിലെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. അവിടെ ആ രംഗത്ത് ചൂത് കളിച്ചെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന യുധിഷ്ഠിരൻ അവസാനം പാഞ്ചാലിയെ പണയം വെക്കുന്നു. അപ്പോൾ അവിടെ വലിയൊരു ധർമ്മ അധർമ്മ ഡിബേറ്റ് നടക്കുകയാണ്. യുധിഷ്ഠിരൻ ചെയ്തത് ശരിയാണോ, യുധിഷ്ഠിരൻ പാഞ്ചാലിയെ പണയം വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആദ്യം മഹാഭാരതം വായിക്കുന്നവർക്കും തോന്നുന്നത് യുധിഷ്ഠിരൻ അവിടെ വളരെ സത്യസന്ധനായിട്ട്, യുധിഷ്ഠിരൻ എപ്പോഴും സത്യത്തെ മുൻനിർത്തി സത്യം മുറുകെ പിടിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പാഞ്ചാലിയെ പണയം വെക്കുന്നു, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് മൗനാനുവാദം കൊടുക്കുന്നു. അപ്പോൾ ആ യുധിഷ്ഠിരന്റെ ധർമ്മത്തെയാണ് എല്ലാവരും ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഭീമൻ പറയുന്ന ഒരു രംഗം അദ്ദേഹം പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ തന്നെ ഉണ്ട്. ഭീമൻ അത് കണ്ടിട്ട് വളരെ രോഷം കൊള്ളുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഇന്നലെ രാമമണി സാറ് രണ്ടാം എഴുത്തിലെ ഒരു സന്ദർഭം പറഞ്ഞപ്പോൾ അതേപ്പറ്റി പ്രതിപാദിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഭീമൻ പറയുന്നത് സഹദേവനോട് പറയുകയാണ്, സഹദേവ ഒരു തീക്കൊള്ളി കൊണ്ടുവരൂ, എനിക്ക് രോഷം കൊള്ളുന്ന, എനിക്ക് രാജാവിന്റെ കൈ പൊള്ളിക്കണം, യുധിഷ്ഠിരന്റെ കൈ എനിക്ക് പൊള്ളിക്കണം. അങ്ങനെ ഭീമനോട് രോഷം കൊള്ളുകയാണ്. അപ്പോൾ മാരാറോട് പറയുന്നുണ്ട്, ആ കഥ കേട്ടപ്പോൾ യുധിഷ്ഠിരനേക്കാളും മാരാർക്ക് വളരെയധികം താല്പര്യം തോന്നിയതും ഇഷ്ടപ്പെട്ടതും ഭീമനെയാണ് അവിടെ. അപ്പോൾ എന്താണ് അവിടുത്തെ ധർമ്മം? പുള്ളി അന്നത് വായിച്ചപ്പോൾ വ്യാസഗുരുവും പറഞ്ഞു വെച്ചത് യുധിഷ്ഠിരൻ അവിടെ ധർമ്മം ചെയ്തു. പക്ഷേ ആ സമയത്ത് തന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് മാരാർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മാരാർ അതിനെപ്പറ്റി എഴുതി കഴിഞ്ഞാൽ അതൊരു നിഷേധമാകുമോ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു സന്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനെ വളരെ ഡീപ്പായിട്ട് പഠിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനെപ്പറ്റി തന്നെ ഭാരത പര്യടനത്തിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് സംസ്കൃതം ഞാൻ പഠിച്ചിട്ടുമില്ല, പക്ഷെ ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഒരു സംസ്കൃത ശ്ലോകമാണ്, നേശേ ബലസേതി ചരേതധർമ്മം. എനിക്കൊന്ന് ഉമേഷിനോ അല്ലെങ്കിൽ സുമാൻ സാറിനൊക്കെ അതിനെപ്പറ്റി പറയാമെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ വളരെ വാച്യമായൊരു അർത്ഥം, ഞാൻ ബലത്തിന് ആളല്ല എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അധർമ്മം ചെയ്യാം.
എനിക്ക് ബലമില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് ബലമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ അധർമ്മം ചെയ്യാം. അപ്പൊ യുധിഷ്ഠിരന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. യുധിഷ്ഠിരൻ അവിടെ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ബലമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് അധർമ്മം ചെയ്യാം. അപ്പോൾ യുധിഷ്ഠിരൻ ചെയ്ത അധർമ്മത്തെ സാധൂകരിക്കുന്നത് ആ രീതിയിലാണ്. പക്ഷേ മാരാർ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി അതല്ലായിരിക്കും വ്യാസൻ അവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത്. കാരണം അങ്ങനെ അവിടെ യുധിഷ്ഠിരനെ ന്യായീകരിക്കേണ്ടതാണോ ശരിയായിട്ടുള്ള കാര്യമെന്ന് അദ്ദേഹം കൂടുതൽ കൂടി ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഗുരുവായ നാലപ്പാട്ട് നാരായണനോട് അതിനെപ്പറ്റി ചോദിക്കുകയും അപ്പോൾ അതിന്റെ ഒരു വ്യംഗ്യാർത്ഥം അല്ലെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണെന്ന് നാലപ്പാട് നാരായണൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ അതിനെപ്പറ്റി പറയുന്നത്, എനിക്ക് ബലമില്ല എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അധർമ്മമായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ മേലെയെന്ന്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ വ്യാസഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ അവിടെ അധർമ്മം ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെല്ലാം ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മളെപ്പോഴും കാണുന്നുണ്ട്. നമുക്ക് ബലമില്ല അല്ലെങ്കിൽ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമ്മൾ കരുതി പല കാര്യങ്ങളും നമ്മൾ കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അവിടെ നമ്മൾ അധർമ്മം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളതിന് അല്ലെങ്കിൽ നമ്മളവിടെ അധർമ്മം ചെയ്യാനുള്ളൊരു കാരണമായിട്ട് നമ്മളങ്ങനെ പറയുന്നു, നമ്മുടെ നിസ്സഹായതയെ പറ്റി പറയുന്നു. പക്ഷേ എനിക്ക് ബലമില്ല എന്ന് വിചാരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളവിടെ അധർമ്മം ചെയ്യുകയാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ അധർമ്മം ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങളെ വളരെ വിഭിന്നമായിട്ട് കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു താല്പര്യം തോന്നുകയും കൂടുതലായിട്ട് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ആകർഷമായിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ യുക്തിവാദവും അതിൻ്റെ ഒരു യുക്തിഭദ്രതയുമാണ്. യുക്തിവാദം അല്ലെങ്കിൽ യുക്തിവാദികളെന്ന് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന നിരീശ്വരവാദികളും അവരതിനെ പറ്റിയുള്ള അവരുടെ ഡിബേറ്റുകളും വാഗ്വാദങ്ങളും എല്ലാമാണ്. ഒരു ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ ബുദ്ധനും ക്രിസ്തുവും ഒന്നും ജീവിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു വെക്കുവാനായിട്ട് അവർ സമർത്ഥിക്കാനായിട്ട് നോക്കുന്നത് വെറും വസ്തുതകളെ അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവരുടെ ജീവിത സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള തെളിവുകൾ ആവശ്യത്തിനുണ്ടോ, ആ തെളിവുകളില്ല അല്ലെങ്കിൽ അതിനെ ആരും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, ചരിത്രത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, അങ്ങനെ വളരെ വികലമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അവര് മുന്നോട്ട് വെക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ ബുദ്ധനോ അല്ലെങ്കിൽ ക്രിസ്തുവോ പറഞ്ഞ ആശയങ്ങൾ, ആ ആശയങ്ങളെ എങ്ങനെ യുക്തിപരമായിട്ട് ഖണ്ഡിക്കാം അല്ലെങ്കിൽ സമർത്ഥിക്കാം അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിലാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ ചിരഞ്ജീവികളെ പറ്റി വളരെ പ്രതിപാദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പല 7 ചിരഞ്ജീവികൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ അശുദ്ധാത്മാവ്, ഹനുമാൻ, മഹാബലി, എല്ലാവരുടെയും പേര് വിഭീഷണൻ, കൃപർ, അങ്ങനെ 7 ചിരഞ്ജീവികളെ പറ്റി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അശ്വത്ഥാമ, ബലവ്യാസോ, ഹനുമാൻ, വിഭീഷണ, കൃപ, പരശുരാമൻ, ചിരഞ്ജീവി 7 പേരുണ്ടല്ലേ? താങ്ക് യു കൃഷ്ണ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ ഒരു യുക്തിവാദികളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ എങ്ങനെ അതിനെ സമർത്ഥിക്കാൻ നോക്കും അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഖണ്ഡിക്കാൻ നോക്കും. അവർ പറയുന്നത് ഫിസിക്കലായിട്ട് ബയോളജിക്കലായിട്ട് ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു ജീവിക്കും അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ഒരു ചിരഞ്ജീവി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിലായിരിക്കും അവർ സമർത്ഥിക്കുന്നത്. പക്ഷേ മാരാർ എങ്ങനെയാണ് ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഈ ഓരോ ചിരഞ്ജീവികളും മനുഷ്യകുലത്തിന് പൊതുവായിട്ടുള്ളതും മനുഷ്യകുലം എന്നിവരെ ഉണ്ടോ അത്രയും കാലം നിലനിൽക്കാൻ സാധ്യതയുള്ളതുമായ നമ്മുടെ വികാരങ്ങളും നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ തരത്തിലുള്ള മനുഷ്യരാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥാത്മാവ് എങ്ങനെയാണ് നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നത്? ഒരു പകയുടെ പ്രതീകമാണ് അശ്വത്ഥാത്മാവ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഏറ്റവും അവസാനം പടകുടീരങ്ങളെല്ലാം തീർന്ന സമയത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ നിന്നും അവസാനത്തെ ആ ഒരു അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവപുത്രന്മാരെ എല്ലാവരെയും ജീവിച്ചു കൊല്ലുന്ന ഒരു രംഗം എനിക്ക് മലയാളത്തിന് യുദ്ധത്തിന്റെ പരിണാമം എന്ന ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അശ്വത്ഥാത്മാവിനെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ പകയാണ്, തന്റെ അച്ഛനെ കൊന്ന അല്ലെങ്കിൽ തന്റെ സുഹൃത്തായ ദുര്യോധന ഈ ദുര്യോഗം വരുത്തി വെച്ച പാണ്ഡവരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ആ ഒരു പക. അപ്പോൾ മാരാർ പറഞ്ഞു വെക്കുന്നത് ഈ പക എന്ന് പറഞ്ഞ വികാരം മനുഷ്യകുലം എന്ന് തൊട്ടുണ്ടോ അല്ലെങ്കിൽ എന്നുവരെ ഉണ്ടാകുമോ അത്രയും കാലം അത് നിലനിൽക്കും. അതാണ് ചിരഞ്ജീവി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അതാണ് വ്യാസഗുരു പറഞ്ഞു വെച്ചത്.
അപ്പോൾ ഇങ്ങനെ ആ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ പങ്കുവെക്കുന്നത് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റു ചിരിഞ്ചുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പരശുരാമൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾ നമ്മുടെ ഒരു പേട്ടനായിട്ട് നമ്മൾ കരുതുന്ന പരശുരാമൻ, അദ്ദേഹത്തിന്റെ ആ പല കഥകൾ സന്ദർഭങ്ങളും നമ്മൾ നമുക്ക് മനസ്സിലാക്കും ഒരു വർഗീയ അഭിമാനം. അതായത് പരശുരാമൻ ക്ഷത്രിയ കുലത്തിനെ മുഴുവനും ഉന്മൂലനം ചെയ്തിട്ട് ഒരു ബ്രാഹ്മണ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനെ മുന്നിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വർഗീയ അഭിമാനം അല്ലെങ്കിൽ വർഗത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു ത്വര. അപ്പോൾ മലയാളം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ആ വർഗീയ അഭിമാനം എന്നുള്ള ആ ഒരു വികാരം അതും ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതാണ് ആ ഒരു പരശുരാമ ചിരഞ്ജീവി സങ്കല്പത്തിലൂടെ വ്യാസഗുരു പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം വിഭീഷണൻ എന്ന കാര്യം. നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മൾ വിഭീഷണനെ ഒരു ധർമ്മത്തിന്റെ സൈഡിൽ അല്ലെങ്കിൽ ദുഷ്ടനായ രാവണനെ വിട്ടിട്ട് രാമന്റെ സൈഡിൽ ചേർന്ന ഒരു നല്ല ക്യാരക്ടറായിട്ട് നമ്മൾ കാണാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ മലയാളം പറഞ്ഞു വെക്കുന്നത് ഒരു ആവൽഘട്ടം വന്നപ്പോൾ സ്വന്തം സഹോദരനെ ഉപേക്ഷിച്ച് തന്റെ ഒരു കാര്യലാഭനത്തിന് വേണ്ടി ശത്രുവിന്റെ കൂടെ ചേർന്ന ഒരു വ്യക്തി, അതാണ് ശരിക്കും വിഭീഷണൻ. അപ്പോൾ അതും ഒരു ചിരഞ്ജീവി ഭാവമാണ് ശരിക്കും. നമ്മുടെ മനുഷ്യകുലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ കാര്യസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ഉറ്റവരെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് വരിക, ഇന്ത്യത്തിൽ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കാണാത്ത പല കാഴ്ചപ്പാടുകളും വളരെ നമ്മളെ എന്താ പറയുന്നത്, അതായത് നമ്മളെ യുക്തിഭദ്രമായിട്ടുള്ള നമുക്കതൊരു യുക്തിയായിട്ട് നമുക്ക് തോന്നും. നമ്മൾ അതിനെ എഗ്രി ചെയ്യുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സമർത്ഥിക്കാൻ മലയാളം കാണിച്ച ഒരു വൈഭവം, അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അതുപോലെ തന്നെ വാൽമീകിയുടെ രാമായണം, അങ്ങനെ അദ്ദേഹത്തിന്റെ കലജീവിതം തന്നെ ഒരു ലേഖനങ്ങളുടെ സമാഹാരത്തോടെ ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും ഇങ്ങനത്തെ വാൽമീകിയുടെ രാമനെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്, എനിക്ക് നമ്മളിപ്പോൾ അതിനെപ്പറ്റിയും സുമാർ സാറും വിജയലക്ഷ്മിയുടെ സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറഞ്ഞു വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, രാമായണം എന്ന് പറയുന്നത് നാലു കൂട്ടം സഹോദരന്മാരുടെ കഥയാണ്. എനിക്ക് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന്, ഒരു മനുഷ്യകുലത്തിലെ സഹോദരന്മാർ, രാമനും ലക്ഷ്മണനും മനുഷ്യ സഹോദരന്മാർ. പിന്നെ ബാലി സുഗ്രീവൻ എന്ന വാനര സഹോദരന്മാർ. പിന്നെ ജഡായു സമ്പാദി എന്ന പക്ഷി സഹോദരന്മാർ. പിന്നെ രാവണനും കുംഭകർണനും എന്ന രാക്ഷസ സഹോദരന്മാർ. അപ്പോൾ ആ 4 സഹോദരന്മാരുടെ ആ പോർട്രയിങ്, അതിൽ കൂടെ എനിക്ക് തോന്നുന്ന നമ്മുടെ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം ഒരു ചിത്രം നമുക്ക് കിട്ടും. ആ ഒരു രീതിയാണ് ആ ഒരു ആംഗിളിലാണ് മലയാള രാമായണത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അധികം എനിക്ക് അതിനെപ്പറ്റി പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്കൊരു അപേക്ഷയുണ്ട്, ആത്മാരാമസ്വാമി ഇതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ടൊന്ന് പറയുവാണെങ്കിൽ എനിക്കൊന്ന് സദസ്സിനും ഓക്കെ. വളരെ സന്തോഷം ടോം. അത് ആ ഒരു വിഷയം സംക്ഷിപ്തമായിട്ടും ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതിൽ ഈ ധർമാധർമ്മങ്ങളുടെ ചർച്ചയാണ് ഇതിഹാസങ്ങളുടെ പ്രധാന മുഖമുദ്ര. അതായത് ധർമ്മമോ അധർമ്മമോ ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയല്ല ഇതിഹാസം ചെയ്യുന്നത്. അത് നമ്മുടെ മനസ്സിലിട്ട് അത് ചർച്ച ചെയ്ത് അത് നിങ്ങൾ എന്താണ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് സ്വയം കണ്ടുപിടിക്കാനുള്ളതൊക്കെ. സത്യത്തിന് രണ്ടായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ധർമ്മത്തിന്റെ കാര്യത്തിൽ പലരുടെയും വ്യൂ പോയിന്റിൽ നിന്ന് ധർമ്മങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അത് ചിരഞ്ജീവി തന്നെയാണ് ശരിക്കും. ധർമാധർമ്മങ്ങളുടെ ആ ഒരു ചർച്ച ലോകം ഉള്ളിടത്തോളം കാലം നീണ്ടു നിൽക്കും. ഒരാൾക്കും പറയാൻ പറ്റില്ല ഇത് മാത്രമാണ് ശരി, ഈ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും പറയാൻ പറ്റും. ആണ് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ശങ്കർജി രണ്ടു തരത്തിലുള്ള പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൂടി അടുക്കുന്നില്ല. ഒന്ന്, എന്നെ സ്വാധീനിച്ച കൃതികൾ എന്നുള്ളത് എന്നും വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു 14 വയസ്സ് മുതൽ 20 വയസ്സ് വരെ വായിച്ച 2-3 പുസ്തകങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന് പാവങ്ങള്, ഗ്രേപ്സ് ഓഫ് റാത്ത്, ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ, വളരെ എങ്ങനെയാണ് വായിച്ചിട്ടുള്ളതാണ്. അടുത്തത് പറഞ്ഞ ഡോക്ടർ അംബേദ്കറിന്റെ വളരെ ലേറ്റ് ആയിട്ട് വായിച്ചിട്ടുള്ളതാണ്. അത് പിന്നീട് തന്നെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കൃതിയാണ്. അടുത്ത കാലത്ത് 10 കൊല്ലത്തിനുള്ളിൽ വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൃതികൾ. ഒരിക്കലും അംബേദ്കറിനെ ഞാൻ അത്ര ഭരണഘടനാ വിദഗ്ധ എന്നതിലുപരി അതിലുപരിയായിട്ടുള്ള സീരിയസ് പേഴ്സണായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടിരുന്നില്ല.
പക്ഷെ ഇത് വായിച്ചോടുകൂടി അതിന്റെ എൻ്റെ ഒരു ഉറച്ച ചില രാഷ്ട്രീയ ആശയങ്ങളിൽ വലിയ വ്യത്യാസം വരുത്തിയിട്ടുള്ള കൃതിയാണ് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ കൃതികൾ. പ്രത്യേകിച്ച് ജാതിയായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്ഥിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയധികം ഇപ്പോൾ ഒരു 18 അല്ലെങ്കിൽ 16 വയസ്സിലുണ്ടായിരുന്ന രാഷ്ട്രീയ ബോധ്യങ്ങളെ ഒരു 40 50 വയസ്സ് കഴിഞ്ഞിട്ട് മാറ്റി തീർത്തതാണ് അംബേദ്കറിന്റെ കൃതികൾ. അപ്പൊ അംബേദ്കറിന്റെ കാരണം ഒന്നാണ്. ഈ ക്രോധത്തിന്റെ ഭാവങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഭാവങ്ങള് ഇപ്പൊ 100-ാം വാർഷികമാണ് ആൽപ്പാടന്റെ വിവർത്തനം, നിരവധി ചർച്ചകൾ നടന്നതാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ കംപ്ലീറ്റ് വിടുകയാണ്. അത് വളരെ എങ്ങേജില് വളരെ ബുദ്ധിമുട്ടി. ആദ്യത്തെ 200 പേജ് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ആദ്യത്തെ 200 പേജ് കഴിഞ്ഞോടുകൂടി വളരെ വേഗത്തിൽ വായിക്കാൻ കഴിഞ്ഞ ഒരു കൃതിയാണ് അത്. പലർക്കും ഇത് എൻ്റെ ഒരു അനുഭവമാണ്, വളരെ എങ്ങേജിൽ വായിച്ചിട്ടുള്ളതാണ്. അത് എന്നെ ആക്ച്വലി എൻ്റെ രാഷ്ട്രീയ പക്ഷപാതത്തോടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയില്ലെങ്കിൽ ഞാൻ പറയണില്ല, പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ആ രാഷ്ട്രീയ പക്ഷപാതത്തെ നിർണയിച്ച ഒരു കൃതിയാണ് പാവങ്ങൾ. തികച്ചും ഒരു സിസ്റ്റം, ഒരു മനുഷ്യനെ ഇങ്ങനെ മാറ്റുന്നു. ഇവിടെ അമേരിക്കയിൽ പ്രൈവറ്റ് മേഖലയാണ് പ്രശ്നം, അതറിയാലോ. അത് പൈസ ഉണ്ടാക്കാനാണ്. ഒരാള് ഇവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് 1 വർഷം 10 വർഷമാണ് ഒരാളുടെ ഒരു ശിക്ഷയ്ക്കുള്ള കുറ്റമെങ്കിൽ 10 വർഷത്തേക്ക് ജയിലിടാനുള്ള പ്രൈവറ്റ് പ്രിസൺ ആൾക്കാർ ചെയ്യുന്ന ഒരു സ്ഥലമുള്ള രാജ്യമാണിത്. അപ്പോൾ അത് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ പാവങ്ങളിലെ ജിമാൻജിന്റെ കഥ ആ രീതിയിൽ ഒരു സിസ്റ്റം എങ്ങനെ മനുഷ്യനെ നന്നാക്കുന്നതിന് പകരം എങ്ങനെ ചീത്തയാക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പാതിരി അദ്ദേഹത്തെ അതൊരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ജിമാൻജി മാത്രമേ അന്നത്തെ തരത്തിൽ 1000 കുറ്റവാളികളുണ്ടെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെട്ട 1-2 കുറ്റവാളികൾ ഒരാളായി ജിമാൻജി മാറി എന്നുള്ളതും അത്ര പക്ഷപാതിത്വത്തോടെ എന്നെ ഉറപ്പിക്കാൻ, പിന്നീട് ഈ അംബേദ്കറിന്റെ കൃതി വന്നതോടുകൂടി ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ആ പക്ഷപാതത്തിൽ ഉറപ്പിക്കാൻ തീർത്ത കൃതിയാണ് പാവങ്ങള്. ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് സിസ്റ്റം. അന്ന് ഡിപ്രഷൻ കഴിഞ്ഞിട്ട് വീടിൽ നിന്നും പുറത്തായി, ഫാമൊക്കെ നശിച്ച് ഒക്ലഹോമയിലെന്നാണ് തോന്നുന്നു കാലിഫോർണിയയിലേക്ക് കുടിയേറിപ്പാർക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഒരു കുടുംബം. അയാൾക്കും ഒരു കുറ്റവാളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ജോർഡ് ഫാമിലി എന്നാണ് പേര്. അവിടെ ചെന്ന് കാലിഫോർണിയയിൽ ചെന്ന് മൈഗ്രേറ്റ് ചെയ്ത് കാലിഫോർണിയയിൽ ചെന്നിട്ട് വലിയ പ്രതീക്ഷയോടെയാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അതിലും കഷ്ടമായിട്ടുള്ള ഒരവസ്ഥയാണ്. എൻ്റെ ഒരു അനുഭവം, അമേരിക്കയിൽ നാട്ടിൽ നിന്നൊക്കെ 10-30 കൊല്ലം അവിടെ താമസിച്ചോ ഇത് ഇവിടേക്ക് വന്നാലെങ്കിലും നേരെയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന ആദ്യത്തെ 10 കൊല്ലം മോർഗേജ്, കാറ്, കുട്ടികളുടെ പഠിത്തം, ഇതെല്ലാം കഴിഞ്ഞ് ഈ സ്വപ്നഭൂമി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള എൻ്റെ ഒരു അനുഭവം. അത് അന്നില്ല. ഇപ്പം തിരിച്ചു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. മൈഗ്രേഷന്റെ പ്രശ്നങ്ങളാണത്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ നിന്ന് മലബാറിലേക്ക് താമസിച്ച് കുടിയേറ്റക്കാർ ചെയ്യുന്ന അപ്പൊ ആ ഒരു അനുഭവമാണ് ഈ ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ. അത് അടുത്ത കാലത്ത് ഞാനത് സിനിമ കാണുകയുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ വായിച്ച കാലത്തുള്ള അനുഭവം സിനിമയിൽ ഉണ്ടായില്ല എന്നുള്ള സത്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും വായനയ്ക്ക് പ്രത്യേക ഒരു ഇതുണ്ട്. ഇതാണ് വ്യക്തി രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുള്ള ഈ 3 കൃതികൾ. ഡോക്ടർ അംബേദ്കറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ വായിച്ചതുകൊണ്ട് മാത്രം വളരെ ലേറ്റായ ശേഷം എൻ്റെ ഒരു ധാരണ, കഴിഞ്ഞ ഒരു 15 കൊല്ലത്തിന് മുമ്പുള്ള ധാരണ, മനുഷ്യൻ വർഗം, പാവങ്ങൾ അല്ലെങ്കിൽ പണക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ, ഈ വിടവ് നികന്നാൽ ലോകം നന്നാവുന്നതാണ്. പക്ഷെ ഇന്ത്യയുടെ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നത് അംബേദ്കറാണ്. ഇപ്പൊ അത് പാർട്ടിയിലൂടെ തന്നെ വന്നിട്ടുള്ളതാണ്. പാർട്ടിക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് വർഗരാഷ്ട്രീയം, എന്നാലും ഞാൻ ഫൈനലായിട്ട് ഇപ്പോഴും ചിന്തിക്കുന്നത് വർഗരാഷ്ട്രീയത്തിന് കീഴടങ്ങിക്കൊണ്ട് തന്നെയാണ് ജാതി രാഷ്ട്രീയം വേണ്ടത് എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഊന്നി നിൽക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഇത് തന്നെയാണ് ദളിതര് അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ ഒരു തരമ എങ്ങനെയാണ്, അതായത് ഭൗതികം പ്രൈമാണ്, പക്ഷെ ഭൗതികത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങൾ ഭൗതികത്തെ തന്നെ തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അതൊരു മാർക്സിയൻ രാഷ്ട്രീയമാണത്, അതിന്റെ താഴെ. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക സാഹചര്യത്തിന് മാറ്റുന്നത് പോലെ തന്നെ വർഗരാഷ്ട്രീയത്തെ ഊറ്റിമതിക്കാൻ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഈ ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ ദളിത രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീ രാഷ്ട്രീയം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ് LGBT കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയം ഒക്കെ കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഇത് വേറെ ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ എൻ്റെ ഒരു ചെറുപ്പകാലത്തെ തന്നെ സ്വവർഗ ലംഘനീയതയെ വളരെ മോശത്തോടെ നമ്മൾ പോലും സംസാരിച്ചിട്ടുണ്ട്.
എൻ്റെ ചെറുപ്പക്കാലത്ത് ഒരു 35-40 കൊല്ലം മുമ്പ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. പക്ഷെ വായിക്കുകയും അവർ മനുഷ്യരാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഭാഷയിൽ വ്യത്യാസം വരുന്നു. എന്തൊക്കെയായാലും ഞാൻ അംബേദ്കറിന്റെ ഭാഗം അതാണ് എന്നെ മാറ്റിമറിച്ചത്. തീർച്ചയായിട്ടും വർഗരാഷ്ട്രീയത്തോടൊപ്പം ഇന്ത്യൻ സാഹചര്യത്തിൽ ദളിത് രാഷ്ട്രീയവും ഫെമിനിസവും അല്ലെങ്കിൽ LGBT രാഷ്ട്രീയവും ഒക്കെ തന്നെ വളരെ പ്രധാനമാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് തന്ന കൃതിയാണ് അംബേദ്കറിന്റെ കൃതികൾ. രണ്ടാമത്തെ ഒറ്റ പരിപാടി ഞാൻ പറയാം. എഴുത്തിനെ സ്വാധീനം വളരെ വ്യക്തിപരമാണ്. അത് എഴുത്തിനെ സ്വാധീനിച്ചത് ഈ 3 കൃതികളാണ്. യുളിസസ് ജെയിംസ് ജോയ്സിന്റെ അവകാശികൾ, മഞ്ഞ്. ഇനിയുണ്ട് എങ്കിൽ പോലും അതിൽ അവകാശികളെ കുറിച്ച് പറയാം. എല്ലാവർക്കും അറിയാം, എന്താ പറയുക, 4000 പേജുള്ള ഒരു ബുക്കാണ്. 1980 പ്രസിദ്ധീകരിക്കുന്നത്. 70 തുടങ്ങി 75 വരെ മലേഷ്യയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വിലാസിനി MK മേനോനാണ് അദ്ദേഹത്തിന്റെ കൃതി. അവർ 5 കൊല്ലം കൊണ്ട് എഴുതിയതാണ്. പിന്നെ 5 കൊല്ലം എടുത്ത് അത് വീണ്ടും പ്രൂഫ് റീഡിംഗ് റൈറ്റിംഗ് കഴിച്ച് 80 പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ ഈ പാവങ്ങൾ വായിച്ച പോലെ തന്നെ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഒരു 100 പേജ് കഴിഞ്ഞാൽ പിന്നെ വായന നിർത്തും എന്ന് പറഞ്ഞ് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതേപോലെ തന്നെ ഒരു 300 പേജൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ 4000 പേജിലേക്ക് എത്താൻ 4 വാള്യമായിട്ട് 1000 പേജുള്ള വാള്യം എത്താൻ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കോൺഷ്യസ് സ്ട്രീം എന്ന് പറയുന്ന ബോധധാര സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ എഴുതിയ കൃതികളും വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റ് അതാണ്. അതുകൊണ്ടാണ് എഴുത്തിനെ സ്വാധീനിച്ച ഈ 3 കൃതികൾ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പോലും ജെയിംസ് ജോയ്സിന്റെ അത് പറഞ്ഞു. അത് ജെയിംസ് ജോയ്സിന്റെ ഉലിസസ്, അവകാശികൾ, മഞ്ഞ്. താങ്ക് യു വെരി മച്ച്. സമയത്തിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരോടും ഒരു കരുണ വേണം. ജേക്കബ് ജോൺ കുമാരനാശാന്റെ കരുണയാണ് സ്വാധീനിച്ച കൃതികൾ എല്ലാ പക്ഷത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാധീനിച്ച കൃതികൾ പലതുണ്ട്. എന്നാലും ഈ കുമാരനാശാന്റെ കരുണ തിരഞ്ഞെടുത്തതിന് കാരണം വളരെ ചെറിയൊരു കൃതി, അതിന്റെ എണ്ണിയാൽ അതിന്റെ പേജുകൾ എന്ന് പറഞ്ഞത് 17 പുറങ്ങളെ ഉള്ളൂ, വരികൾ 255 മാത്രം. അത്ര ചെറിയ ഒരു കൃതി, പക്ഷെ അതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു കൃതി നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ അതിനെന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുമ്പോൾ ആ ഗുണങ്ങളെല്ലാം ഈ കൃതിക്കുണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ അതെന്നെ സ്വാധീനിച്ച കൃതിയായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു കൃതി, ഒരു രചന വായനക്കാരനെ സ്വാധീനിക്കണം എങ്കിൽ നിശ്ചയമായിട്ടും ആ കൃതി വായനക്കാരന്റെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കണം. വായനക്കാരനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, മറ്റൊരു തലത്തിലേക്ക് അയാളുടെ മനസ്സിനെ ഉയർത്തണം. ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്നതായി സങ്കല്പിക്കുക. വിമാനം റൺവേയിൽ കിടന്ന് തിരിയുന്നു, അത് ആകാശത്തേക്ക് പൊങ്ങുന്നതേ ഇല്ല എന്ന് വന്നാൽ അതിന്റെ രൂപം കൊണ്ട് മാത്രം ആ വാഹനത്തെ വിമാനം എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കുമോ? പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വിമാനമാണെങ്കിൽ അത് റൺവേയിൽ കൂടി ഓടി അത് ആകാശത്തേക്ക് ഉയർന്നിരിക്കണം. അതുപോലെ ഈ വായനക്കാരന്റെ മനസ്സിനെ മറ്റൊരു നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ കരുണ എന്ന കൃതിക്ക് സാധ്യമാകുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ കൃതി ആകാശത്തേക്ക്, കാവ്യവിമാനം ആകാശത്തേക്ക് വായനക്കാരനെ കൊണ്ട് പൊങ്ങിയാൽ മാത്രം പോരാ, അതിന് ഒരു നല്ല പരിസമാപ്തി ഉണ്ടാകണം, നല്ല ഒരു സേഫ് ലാൻഡിങ് ഉണ്ടാവണം. പല നല്ല കൃതികളിലും തുടക്കത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നല്ലത് എന്ന് തോന്നുന്ന പല കൃതികളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു ദോഷം ഇതാണ്. അത് ആകാശത്തേക്ക് ഉയരും, പക്ഷെ ആകാശത്ത് വെച്ച് പൊട്ടിച്ചിതറി പോകും, അല്ലെങ്കിൽ വല്ല കിണറ്റിലോ കുളത്തിലോ ചെന്ന് തലയും കുത്തി വീഴും. എന്നാൽ അങ്ങനെ ഒരു ദുര്യോഗം ഈ കരുണയ്ക്കുണ്ടാകുന്നില്ല. വളരെ നല്ല ഒരു പരിസമാപ്തി, നല്ല മനോഹരമായ ഒരു അന്ത്യം, നല്ല മനോഹരമായ ഒരു സേഫ് ലാൻഡിങ് എന്ന് പറയുന്നത്, ആ സേഫ് ലാൻഡിങ് എന്ന് പറയുന്നത് ആ വാഹനത്തിന്റെയും അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെയും കഴിവാണ്. അങ്ങനെ ഒരു സേഫ് ലാൻഡിങ് ഈ കരുണയിൽ സംഭവിക്കുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ വെക്കുന്നത്, പുനർവായനയ്ക്ക് ഒരു കൃതി നമ്മളെ പ്രേരിപ്പിക്കണം. അങ്ങനെ നിരന്തരം പ്രേരിപ്പിക്കുമ്പോഴാണ് ആ കൃതി നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പയ്യെ മനസ്സിലാക്കി തുടങ്ങുന്നത്. വീണ്ടും വായിക്കുവാൻ നമ്മുടെ തലയ്ക്കാതിരുന്ന് അത് നമ്മളെ വിളിക്കണം. എൻ്റെ ഹോണ്ടി ഈ സംസാരിക്കുന്ന മുടിത്തിരുപ്പൻ്റെ കാര്യം പറഞ്ഞ പോലെ, മുടിത്തിരുപ്പൻ കൊണ്ട് ഭിത്തിയിൽ തൂക്കി രാത്രി മുടിത്തിരുപ്പൻ ആ സ്ത്രീയോട് പറഞ്ഞു പോലും, ഈ മുടിത്തിരുപ്പൻ എടുത്ത് എൻ്റെ തലയിൽ ചുറ്റു,
അങ്ങനെ തലയിൽ ചുറ്റിക്കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ എന്ന പോലെ ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ഈ മുടിത്തിരപ്പൻ വിറ്റ ആളിൻ്റെ അടുത്തേക്ക് പോയി എന്നൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ കൃതി നമ്മുടെ ഉള്ളിലിരുന്ന് വീണ്ടും വീണ്ടും വായിക്കുവാൻ നമ്മൾ നിർബന്ധിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ വയ്ക്കുന്നത് അത് ശകലം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എഗ്രി ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഉറപ്പുമില്ല. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കൃതി വായിച്ചാൽ നമുക്ക് മടുപ്പുണ്ടാകരുത്. മടുപ്പ് എന്ന് പറയുന്ന ചെറിയ സാധാരണ മലയാള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കൃതി വായിച്ചാൽ മടുപ്പുണ്ടാകരുത്. എത്ര തവണ വായിച്ചാലും മടുക്കരുത്. ചില പുസ്തകം നിങ്ങളൊരു പുസ്തകം 5 തവണ വായിച്ചു, ഒരു പുസ്തകം തന്നെ വേണമെന്നില്ല, ഒരു കവിത അല്ലെങ്കിൽ ചെറിയൊരു കാവ്യം, ചെറിയൊരു ചെറുകഥ നിങ്ങൾ 5 തവണ ആർത്തി കൊണ്ട് വീണ്ടും വീണ്ടും വായിച്ചു. 5ാമത്തെ തവണ നിങ്ങൾക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല എങ്കിൽ 5ാമത്തെ തവണ അതിൻ്റെ ആ കഥയ്ക്ക് അല്ലെങ്കിൽ കവിതയ്ക്ക് നിങ്ങളുടെ മേലുള്ള സ്വാധീനം കുറഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ 4 കണ്ടീഷൻ, ഇനി കണ്ടീഷൻസ് വെക്കാം. ഈ പറഞ്ഞ 4 കണ്ടീഷൻ ഈ കരുണ എന്ന കൃതി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നിയത്. ഈ 4 കണ്ടീഷൻ എൻ്റെ മനസ്സിൽ ഈ കൃതി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കരുണ എന്നെ സ്വാധീനിച്ച കൃതി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. മലയാളത്തിൽ മറ്റേതെങ്കിലും കൃതികളുണ്ട് എന്നെ സ്വാധീനിച്ചത്. ഈ കരുണയ്ക്കുള്ളിലേക്ക് നമ്മളൊന്ന് കടന്നു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആശാന്റെ ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. നായികയ്ക്ക് പ്രണയസാഫല്യം കൊടുക്കുക എന്നുള്ളതാണ് ആശാന്റെ നിർബന്ധം. പ്രേമസാഫല്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ വലിയ നിരൂപകന്മാരുടെ ഭാഷയിൽ പറയുകയല്ല, സാമാന്യ ഭാഷയിൽ പറഞ്ഞ ഒരു സാധാരണ സഹൃദയന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രണയം പാഴായി പോകുന്നില്ല, പ്രണയം പാഴായി പോവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ ജീവിതകാലം മുഴുവനും ചെലവഴിച്ച, അതിന്റെ എഫേർട്ട് മുഴുവനും ചെലവഴിച്ച ഒരു കവിയാണ് കുമാരനാശൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ നായികയ്ക്കും പ്രണയസാഫല്യം കൊടുക്കുക എന്നതാണ് കോമൺ ട്രെൻഡ്. പക്ഷേ പലരും ഇങ്ങനെ ഈ കൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ കൃതിക്ക് മറ്റു കൃതികളെ അപേക്ഷിച്ച് വർണ്ണനകൾ കൂടിപ്പോയി, നിറപ്പകിട്ട് കൂടിപ്പോയി, ഒരുപാട് നിറങ്ങൾ ആശാൻ ഇതിനകത്ത് ചാലിച്ച് ചേർത്ത് കളഞ്ഞു എന്ന് പല അഭിജ്ഞന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഈ നിറങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചതായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ വായിക്കുമ്പോഴൊക്കെ ഈ വർണ്ണനകളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ആസ്വദിക്കുന്നുണ്ട്. ഈ വർണ്ണന എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെ ഈ കവിയെ പിന്താങ്ങി സംസാരിക്കുവാനുള്ളത് ഈ ആശാന്റെ ഈ നായിക മാത്രമാണ് അത്രമാത്രം ഉയരത്തിൽ പോയിട്ട് അത്രമാത്രം താഴോട്ട് വീണു പോകുന്നത്. ആഡംബരത്തിന്റെ ആ ഉന്നതമായ അവസ്ഥയിൽ നിന്നും ഏറ്റവും വലിയ കുഴിയിലേക്ക്, ഏറ്റവും വലിയ ആഴത്തിലേക്ക് വാസവദത്ത വീണു പോകുന്നു. ഇങ്ങനെയുള്ളൊരു വീഴ്ച ചിത്രീകരിക്കുമ്പോൾ ഇത്രമാത്രം നിറങ്ങൾ ചാലിച്ച് ചേർക്കേണ്ടി വരും എന്നാണ് കവിയെ പിന്താങ്ങി എനിക്ക് സംസാരിക്കാനുള്ളത്. എന്ന് മാത്രമല്ല ആശാൻ നല്ല കൈയടക്കമുള്ള ഒരു കവി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പിഴവ് പറ്റി എന്ന് ചിന്തിക്കാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ 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 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒന്നാമത്തെ ഖണ്ഡത്തിൽ നമ്മുടെ നായിക വാസവദത്ത പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസരണശിലാസനത്തിൽ കഞ്ചപാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലെ ഇരിക്കുന്നു എന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ രണ്ടാമത്തെ രംഗത്തിൽ വരുമ്പോൾ ഇതേ വാസവദത്ത ഒരു ചുടുകാട്ടിൽ കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കണ്ടാൽ ഭീതി ജനിപ്പിക്കുന്ന തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കെ ചലിച്ചു നിൽക്കുന്ന ഒരരയാലിന്റെ ചുവട്ടിൽ കല്ലുടഞ്ഞും പൊളിഞ്ഞും ഉള്ള ആൾത്തറമേൽ വിരുദ്ധിരാക്തമായി വിൽപ്പാൻ ഇറക്കിയിട്ട കുങ്കുമ പൊതി പോലെ കിടക്കുന്ന പുതച്ചുമുടി എന്ന് വർണ്ണിക്കേണ്ടി വരുമ്പോൾ ആ നായികയ്ക്കുണ്ടാകുന്ന നിന്നോന്നതകൾ, ഉച്ചാവസ്ഥയും നീചാവസ്ഥയും വർണ്ണിക്കണമെങ്കിൽ ഇത്രമാത്രം നിറപ്പകട്ടുകൾ ചാലിച്ചു ചേർക്കേണ്ടതായിട്ട് വരും. ആദ്യത്തെ രംഗത്തിൽ നമ്മൾ കാണുന്നത് രാമച്ച മിശ്രി പനിനീരിൽ മുക്കി തോഴി വാസവത്തെ വീശുന്നു. എന്നാൽ രണ്ടാമത്തെ രംഗത്തിലോ അരയാഴ്ചയിലെ ആട്ടിയും അശ്രു വർഷിച്ചും അതേ തോഴി വാസവതയുടെ അടുത്ത് നിൽക്കുന്നു. അപ്പൊ എന്തൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള എത്രമാത്രം അകലം ജീവിതത്തിൽ സംഭവിച്ചതിന്റെ ഒരു ചിത്രമാണ് ആശാൻ വരയ്ക്കുന്നത്. അപ്പൊ അത്രമാത്രം വർണ്ണനകൾ അതിനകത്ത് ചാലിച്ച് ചേർത്തിട്ടുണ്ട്, നിറങ്ങൾ ചാലിച്ച് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ നിറങ്ങളുടെ മാസ്മരികത അല്ലെങ്കിൽ വർണ്ണനകളുടെ മാസ്മരികത കടന്ന് നമ്മൾ ഉള്ളിലോട്ടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഈ നിറപ്പകിട്ടുകളും വർണ്ണനകളുമല്ല, മറിച്ച് ധ്വനിപ്രയോഗങ്ങളാണ്. ധ്വനികൾ പ്രയോഗിക്കുന്നതിൽ ഇത്ര ഗംഭീരനായിട്ടുള്ളൊരു കവി ആശാനെ പോലെ മലയാളത്തിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ.
ഒരു ഉദാഹരണം പറഞ്ഞാൽ വാസവദത്തയുടെ നിശ്ചല ചിത്രം വരച്ചതിന് ശേഷം ഒരു ചലനചിത്രം വരയ്ക്കുന്നു. അതിൻ്റെ ഒടുവിൽ 2 വരികളിൽ ആശാൻ ഇങ്ങനെ പറയുന്നുണ്ട്: തുടുതുടെ സ്ഫുരിച്ചിഴും അധര പല്ലവങ്ങൾ തൻ നടുവോളം എത്തും ഞാത്തിൻ ധവളരത്നം വിളങ്ങുന്നു മാണിക്യമായി അവൾ ശ്വസിക്കും രാഗം താൻ വെളിയിലങ്ങനെ ഘനീഭവിക്കും പോലെ. എന്ന് പറഞ്ഞാൽ ഈ വാസവദത്ത ഒരു മൂക്കുത്തി അണിഞ്ഞിട്ടുണ്ട്. ആ മൂക്കുത്തിക്ക് ഒരു ഞാത്തുണ്ട്. ആ ഞാത്തിൻ്റെ അഗ്രഭാഗത്ത് ഒരു ധവളരത്നമുണ്ട്, ഒരു വെളുത്ത രത്നം, സ്ഫടിക രത്നം. പക്ഷെ അത് ചുവന്ന രത്നമായി, അതായത് മാണിക്യമായി തിളങ്ങുന്നു. കാരണം ഈ രത്നം ഈ വാസവദത്തയുടെ ചുണ്ടിന്റെ ചുവപ്പ് ആ ധവളരത്നത്തിൽ പ്രതിഫലിച്ചിട്ട് അത് മാണിക്യമായിട്ട് വിളങ്ങുകയാണ് എന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവൾ ശ്വസിക്കും രാഗം താൻ. രാഗത്തിന് പല അർത്ഥങ്ങളുണ്ട്, ചുവപ്പെന്നും അനുരാഗമെന്നും ഒക്കെ. അവൾ ശ്വസിക്കും രാഗം താൻ വെളിയിലങ്ങനെ ഘനീഭവിക്കും പോലെ എന്ന് പറയുമ്പോൾ തൻ്റെ നായിക അനുരാഗവതിയാണ്, പ്രണയപരവശയാണ് എന്ന് ഇതിനേക്കാൾ ഭംഗിയായിട്ടും ഇതിനേക്കാൾ സൂക്ഷ്മമായിട്ടും ഒരു രത്നക്കല്ല് കൊണ്ട് സൂചിപ്പിക്കാൻ കഴിവുള്ള ഒരു കവിയായിരുന്നു മഹാകവി കുമാരനാശാൻ. അതേപോലെ പറഞ്ഞത് നമ്മൾ പിന്നെ ഒരു ഓർമ്മയിൽ നിന്നെടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്നത് പിന്നെ ചോരച്ചെന്തളിൽ 5 മരണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണമ ചെന്ന് മുട്ടി വിടർന്ന ചന്ദ്രൻ്റെ കാട്ടി നിൽക്കും പോലെ എന്നുള്ള ചണ്ടാല വിഷയിലെ വർണ്ണനയാണ്. ബുദ്ധവിഷുവിന്റെ 2 കണ്ണുകളാകുന്ന പരിവണ്ടികൾ ചെന്നിട്ട് അവളുടെ മുഖത്ത് മുട്ടിയിട്ട് മുഖമാകുന്ന താമരപ്പൂവിൽ മുട്ടിയപ്പോൾ ചുണ്ടുകളാകുന്ന ഇളത്തലുകൾ വിടർന്നു എന്ന് മാതങ്കിയെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അനുരാഗം മൊട്ടിട്ടു എന്ന് ഇതിനേക്കാൾ ഭംഗിയായിട്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് ധ്വനികൾ ഈ പിന്നെ ഘടനയിൽ ധാരാളമായിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് തീർക്കാൻ സമയമില്ല, അത് ദിവസം ഒരുപാട് സമയം എടുക്കും. അതുപോലെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാവ്യവിമാനം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി എന്ന് നമുക്ക് ബോധ്യമാകുന്നത് അവസാനത്തെ വരികളിലാണ്. പരിസരം അതിലവൾ താൻ കാണേണ്ടവനെ കണ്ടു, ഭഗവത്തിന് അടുത്ത് വന്നു. താൻ കാണേണ്ടവനെ കണ്ടു, കേൾക്കേണ്ടവനെ കേട്ടു. അവൻ്റെ സ്നേഹസ്പർശം തനിക്ക് ലഭിച്ചു, തനിക്ക് പ്രേമ സായുജ്യം ഉണ്ടായി. എന്നിട്ട് പറയുകയാണ്: പരിസരം അതിലവൾ പിന്നെയും കണ്ടാൾ, തൻ്റെ ഇഷ്ട പരിചാരികയാൽ വീണ്ടും പരിഗുപ്തങ്ങൾ അപാകൃതങ്ങളാകുമായ അംഗങ്ങൾ സ്വയം കർമ്മ വിഭാഗ വിജ്ഞാന പാഠ പരിച്ഛദങ്ങൾ കൃതകോപനൊരു ശിശു കളിയിൽ ഭഞ്ചിച്ചെറിഞ്ഞ പതംഗികാംഗങ്ങൾ പോലെ ദയനീയങ്ങൾ. എന്ന് പറഞ്ഞാൽ പ്രേമിക്കുവാനുള്ള തൻ്റെ അവയവങ്ങൾ, പുണരുവാനുള്ള കൈകൾ നഷ്ടപ്പെട്ടു, കാമുകന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാനുള്ള കാലുകൾ നഷ്ടപ്പെട്ടു, സംസാരിക്കുവാനുള്ള ചുണ്ട് സ്വരമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ പോലും തനിക്ക് പ്രേമ സായുജ്യം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മാംസ നിബന്ധമല്ല പ്രണയം എന്ന ആ കവി ഉച്ചൈസ്തരം പറയുകയാണ്. സ്നേഹം മാംസനിബന്ധമല്ല, സ്നേഹം പാഴായി പോകുന്നില്ല എന്ന് വാസവദത്തിലൂടെ ആശം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ കാവ്യവിമാനം ഏറ്റവും ഉച്ചസ്ഥായിലെത്തുന്നു. യമുനയിലിളം കാറ്റു തിരതല്ലി ശാഖചടി ചമരസല്ലാപം കേൾക്കായി അരയാലിന്മേൽ താണുടനെ 2 നീണ്ട ഭാനുകിരണങ്ങളങ്ങു ചെണിയെന്ന കനകമിശ്രണിയുണ്ടാക്കി. അതു നോക്കി കുതുകമാർന്നമല വിസ്മയസ്മേര പതനയാമവൾക്കഹോ ശാന്തശാന്തമായി അർദ്ധനിമീലിതങ്ങളായി ഉപരി പൊങ്ങി മീഴികൾ ഊർധ്വലോക ദിദൃക്ഷയാൽ എന്ന പോലെ താൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയൂ, കാവ്യവിമാനം ഉച്ചസ്ഥായിൽ എത്തിയോ ഇല്ലയോ? പക്ഷേ സേഫ് ലാൻഡിങ്ങിനെ കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉമേഷ് നരേന്ദ്രൻ കാളിദാസ കൃതികളെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്കൂളിൽ വെച്ച് ഒരു പ്രസംഗ മത്സരത്തിന് പോയിരുന്നിരിക്കെ, അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗത്തിന് വിഷയം കിട്ടിയപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസം. ആകെ അല്പസ്വല്പം ഗ്രാമർ അറിയാവുന്നതുകൊണ്ട് അത് ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസം എന്ന് മാത്രം അറിയാം. അപ്പോൾ കയറി പ്രസംഗിച്ചു. എൻ്റെ വിഷയം അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസം. തീർന്നു, നമ്മുടെ വിഷയത്തെ പറ്റിയുള്ള വിജ്ഞാനം തീർന്നു. പിന്നെ ആകെ അറിയാവുന്ന സേവനഭാരത്തെ പറ്റി പറയാനായിരുന്നു. അത് 5 മിനിറ്റ് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ പോലെയാണ്
നിങ്ങളെ സ്വാധീനിച്ച മലയാള സാഹിത്യകൃതി എന്നതിനെ പറ്റി പറയാൻ ഞാനിവിടെ കാളിദാസ കൃതികൾ പറയുന്നത്. അത് മലയാളമല്ല. സ്വാധീനിച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഇവിടെ സ്വാധീനിച്ച കൃതികളെ പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഭഗവത്ഗീതയും ഗോഡ് ഡെലൂഷനുമായിരുന്നു. പക്ഷെ അത് സാഹിത്യമല്ല എന്നുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ കാളിദാസ കൃതികൾ വളരെ ആപ്റ്റാണ്. കാരണം ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ എഴുതിയിട്ടുള്ളതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യം ഈ 21-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും ശ്ലോകം എഴുതുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് കാളിദാസനെ ചെറുപ്പത്തിൽ വായിച്ചുകൊണ്ടാവാം. രണ്ടാമത് മലയാളം എന്ന് പറഞ്ഞാൽ കാളിദാസനെ ആദ്യം വായിക്കുന്നത് മലയാളത്തിലാണ്, അതിനുശേഷമാണ് സംസ്കൃതത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് വിഷയം തെറ്റിയിട്ടില്ല എന്ന പ്രതീക്ഷയിൽ തുടങ്ങി. ഫോൺ ചെയ്തില്ല, 7 മിനിറ്റ്. കാളിദാസനെ കേൾക്കാത്ത ആളുകൾ കുറവാണ്. ഇപ്പൊ നമുക്ക് ധാരാളം കവികൾ സംസ്കൃതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്ര അധികം കവികളുണ്ട്. ഇപ്പൊ ശ്രീഹർഷൻ ഉണ്ട്, ഭവഭൂതി, ഭാരവി. ഇവർക്കൊന്നും കിട്ടാത്ത ഒരു സ്വീകാര്യത എന്തുകൊണ്ട് കാളിദാസന് കിട്ടുന്നു? ഭാസൻ മാത്രമാണ് ഒരു അപവാദം. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കാളിദാസൻ ഇപ്പോഴും വായിക്കപ്പെടുന്നു. കാളിദാസനെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്കുള്ള ഒരു നോട്ടമാണ്. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സംസ്കൃത കാവ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്തെന്നല്ല എല്ലാ കാലത്തും അലങ്കാര ജടിലമായ വർണ്ണനകളും ആഖ്യാനങ്ങൾ കൊണ്ടുള്ള കുറെ പുസ്തകങ്ങളായിരുന്നു. ഇപ്പോ ഭവഭൂതിയുടെ ഉത്തരരാമചരിതം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ, ഉത്തരരാമചരിതം കുറച്ച് ഭേദമാണ്. അതേസമയം മഹാവീരചരിതം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഗാഗ്വാവിളികളും യുദ്ധങ്ങളും ഒക്കെ മാത്രം വർണ്ണിക്കുന്ന ഒരു നാടകമാണ്. അതുപോലെ കാവ്യങ്ങളുടെ കാര്യം പറഞ്ഞാലും വളരെയധികം ഡീറ്റെയിൽഡായിട്ട് ഓരോരോ അലങ്കാരങ്ങളും അതിനകത്ത് ശ്ലേഷം, അതിനകത്ത് യമകം, അതിനകത്ത് ചിത്രമൊക്കെ വെച്ചുള്ള ചപ്പടാച്ചികളും നിറഞ്ഞ പാണ്ഡിത്യ പ്രകടനങ്ങളാണ്. അതിനിടയിലാണ് കാളിദാസൻ ഒരു കവി ഇന്നും അതായത് നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കവിതയിൽ കണ്ടു തുടങ്ങിയ ചില പ്രവണതകൾ അത്രയും കാലം മുമ്പ് അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. മേഘസന്ദേശം നോക്കുക, ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൃതിയാണ് മേഘസന്ദേശം. കാരണം സന്ദേശകാവ്യങ്ങൾ എന്നൊരു സാഹിത്യ ശാഖ തന്നെ തുടങ്ങി വെച്ചത് പിന്നെ വന്നത് നമ്മുടെ മയൂര സന്ദേശം പോലെയുള്ള ക്ഷുദ്രകൃതികളാണ്. ഇവിടെ കേരളവർമ്മ വലിയ തമ്പുരാന്റെ ആരാധകരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു ക്ഷുദ്രകൃതിയാണ്. അതായത് ഒരാൾ സന്ദേശം അയക്കുന്നു, പോകുന്ന വഴിയെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നു. വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ഉണ്ണിയിൽ സന്ദേശം, എല്ലാ സന്ദേശങ്ങളും. കാളിദാസന്റെ മേഘസന്ദേശം ഇതൊന്നും അല്ല. അത് സന്ദേശം അയക്കുന്നതല്ല. ഭാര്യയെ പിരിഞ്ഞ് താമസിക്കേണ്ടി വരുന്ന ഒരു യക്ഷൻ 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തിന്റെ വക്കത്തെത്തിയ ഒരു കാമുകൻ ലോകത്തെ കാണുന്നത് മുഴുവൻ, ജോസഫ് മുണ്ടശ്ശേരിയുടെ വാക്ക് കടമെടുത്താൽ, കാമത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെയാണ് അയാൾ ലോകത്തെ കാണുന്നത്. അതുകൊണ്ടാണ് പർവ്വതത്തിൽ നിന്ന് വരുന്ന രേവാ നദിയെ കാണുമ്പോൾ ഉടുമുണ്ട് അഴിഞ്ഞ് വരുന്ന ഒരു പെണ്ണായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ രാത്രിയിൽ പോകുന്ന കാമുകനെ കാണാൻ പോകുന്ന സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക് നീ ലൈറ്റ് അടിച്ചു കൊടുക്കണമെന്ന് മേഘത്തോട് പറയുന്നത്. ഓരോ ശ്ലോകത്തിലും ഓരോ ഭാഗത്തിലും ഇവൻ ഉജ്ജയിനിലോട്ട് രസകരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നീ പോകുന്ന വഴി അല്പം ഒന്ന് വളച്ചാലും നീ ഉജ്ജയിനി പോകണമെന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉജ്ജയിനി കണ്ടുപോകണമെന്ന്. പിന്നെ വന്ന എല്ലാ സന്ദേശകാവ്യങ്ങൾ ആളുകളും മൊത്തം പറയുന്നുണ്ട്, നീ ഒന്ന് മാർഗം ഒന്ന് വരച്ചാലും നീ ഇന്ന സ്ഥലത്തോടൊന്ന് കയറി പോകണം. അത് ആത്മീയ സന്ദേശത്തിൽ അത് കളിയാക്കുന്നുണ്ട്.
അത് കാളിദാസൻ പറഞ്ഞതല്ല. കാളിദാസൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ബാക്കി എല്ലാവരും അങ്ങനെ പറഞ്ഞു. ഗതാനുഗതത്തിൽ എന്ന് പറയുന്ന ആണ് പിന്നത്തെ സന്ദേശകാവ്യങ്ങളുടെ കാര്യങ്ങൾ. മേഘദൂതം ശരിക്കും മലയാളത്തിൽ ഇതുവരെ ഒരു നല്ല തർജ്ജമ വന്നിട്ടില്ല. മേഘഛായ എന്ന് പറഞ്ഞ ജി ശങ്കരക്കുറുപ്പിന്റെ തർജ്ജമയുണ്ട്, AR രാജവർമ്മയൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ മേഘദൂതം വായിക്കുന്ന എഫക്റ്റ് മലയാളത്തിൽ ഇതുവരെ തിരുവല്ലൂർ കണ്ണാറിനുണ്ട് കേട്ടോ. തിരുവല്ലൂർ കണ്ണാറിന്റെ ഭാഷാവൃത്തത്തിലുള്ള ഒരു തർജ്ജമ മാത്രമുണ്ട്. അതൊരു മേഘദൂതം ശരിക്കൊരു ഫീലാണ്. ആ യക്ഷന്റെ മനസ്സിനകത്തുകൂടി ലോകത്തെ കാണുമ്പോൾ, അപ്പൊ യക്ഷൻ പറന്നു പോയിരുന്നെങ്കിൽ ലോകത്തെ എങ്ങനെ കണ്ടേനി എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ആ മേഘദൂതം. ഒന്ന് ആലോചിക്കണം, അങ്ങനത്തെ ഒരു കൃതി ലോകത്തുണ്ടാകാൻ എത്ര നൂറ്റാണ്ടുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. കാരണം ലോകത്ത് മൊത്തം ബാലൻസും വർണ്ണനകളും മഹാകാവ്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നത്തെ നൂറ്റാണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു കാൽപ്പനിക കവിത വരുന്നത് ARന്റെ മലയവിലാസമാണ്. അതുപോലെ ആശാന്റെ വീണപൂവും. അതിനു മുമ്പ് എല്ലാം ഇവിടെ ചെറിയച്ചിചരിതവും ഉണ്ണിയച്ചിചരിതം മാത്രമേ ഉള്ളായിരുന്നു. സ്ത്രീവർണ്ണനകളും രാജ അപദാനങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. അവിടെയാണ് 20 നൂറ്റാണ്ട് മുമ്പ് ഈ മനുഷ്യ മനസ്സിന്റെ വ്യാപാരങ്ങളെ പറ്റി എഴുതിയത്. അത് മേഘസന്ദേശത്തെ മാത്രമല്ല, ശാകുന്തളം നോക്കിയാലും. ശാകുന്തളം എന്ന നാടകത്തിലെ ആദ്യത്തെ രംഗത്തിൽ ദുഷ്യന്തൻ കണ്വാശ്രമത്തിൽ എത്തുമ്പോൾ ആ ദുഷ്യന്തന്റെ ആ ചേഷ്ടകൾ ഇന്നത്തെ കാമുകന്റെ ചേഷ്ടകളാണ്. അതായത് ആദ്യം അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ശരി എന്നാ സൈന്യത്തിനൊക്കെ വിട്ട് കഴിഞ്ഞ് നമുക്ക് മുനി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ മുനി പോയിട്ടുണ്ടെന്ന് ആളെ അറിയിട്ടുണ്ട്, സ്ഥലത്തില്ല, തപസ്സിന് പോയിരിക്കുകയാണ്, മോളുണ്ട് വീട്ടിൽ. എന്നാ ശരി പോയി കളയാന്ന് പറഞ്ഞ് പോകുന്നു. അവിടെ ചെന്ന് കാണുന്ന സമയത്ത് ഒളിച്ചു നിന്ന് കാണുന്നു. അതിനുശേഷം ഒരു വണ്ട് ആക്രമിച്ചെന്ന് പറഞ്ഞ് ഒരു കാരണം ഉണ്ടാക്കി അവളുടെ മുമ്പിൽ ആളാകുന്നു. പിന്നെ അദ്ദേഹത്തിന് ചിന്ത വരുന്നത്, ആദ്യത്തെ ചിന്ത എന്താണ്? ഇവരുടെ ജാതി എന്താണ്? പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ പെൺകുട്ടികളൊക്കെ കാണുമ്പോ ഒന്ന് ലൈൻ അടിച്ചാലോ നോക്കുമ്പോ ആദ്യം ലൈൻ അടിച്ച നമ്മുടെ ജാതിയാണെങ്കിൽ ലൈൻ അടിച്ച എന്നുള്ളതിന് മറ്റുള്ളൊരു ചിന്തയുണ്ട്, നമുക്ക് പറ്റിയ ആളാണെന്നുള്ളത്. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലും. ഈ പറഞ്ഞ ബ്രാഹ്മണൻ ഋഷിയാണെങ്കിൽ എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി. അത് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് അവളോടുള്ള പോലെ അവൾക്ക് എന്നോടുണ്ടാകുമോ? ഇങ്ങനെ ആ മനുഷ്യ വ്യാപാരം ശരിക്കും അത് ഞാൻ വായിക്കുന്ന സ്കൂളിൽ, പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ തല തിരിഞ്ഞ് വായിച്ച ഒരു മനുഷ്യനാണ്. സ്കൂളിൽ ഇപ്പോൾ ആളുകൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വായിക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചത്. ഇപ്പോഴാണ് ആർച്ചീസ് കോമിക്സ് ഒക്കെ വായിക്കുന്നത്. അന്ന് ഞാൻ ഇപ്പുറത്തെ അതൊക്കെ വായിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഈ വായിച്ചത്, ആ ശാകുന്തളം വായിച്ചപ്പോഴുള്ള ആ ഫീൽ, അത് ഈ 20 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു വ്യത്യാസമില്ല ഒരു കാമുകന്റെ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുള്ളത്. പിന്നെ കാളിദാസന്റെ ശ്ലോകങ്ങൾ, കാളിദാസനിലേക്ക് ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ ശ്ലോകങ്ങളുടെ മനോഹാരിതയാണ്. ആദ്യം വായിക്കുന്ന മലയാള തർജ്ജമ ഞാൻ പറഞ്ഞു, ARന്റെ മലയാള ശാകുന്തളമാണ് ആദ്യം വായിക്കുന്നത്. അത് കഴിഞ്ഞ് ഒറിജിനൽ വായിക്കാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് ഈ പറഞ്ഞ 60 പേര് തർജ്ജമ ചെയ്താണ് ശാകുന്തളം. ഒരൊറ്റ ഒരെണ്ണം പോലും അഭിമുഖേമയി സംഹൃതമീക്ഷണം ഹസിതമന്യ നിമിത്ത കൃതോദയം വിനയവാരിധി വൃത്തിരതസ്തത നവിവൃതോ മദനോ നച സംവൃത. ആ ശ്ലോകത്തിന്റെ ഒരു 100-1 ഭംഗി ഈ തർജ്ജമയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. മര്യാദയോർത്ത് വെളിവായി തെളിയിച്ചുമില്ല, മാരന്റെ ജ്യേഷ്ഠ അവൾ ഒട്ടും അറച്ചുമില്ല. എന്താണ് അയാളുടെ തർജ്ജമ? അതുപോലെ മുഹുരങ്കുലി സംവൃതാധരോഷ്ടം പ്രതിഷേധാക്ഷര വിപ്ലവാഭിരാമം മുഖം അംസ നിവർത്തി പക്ഷ്മളാക്ഷ്യ കഥമ പുണ്യമിതം ന ചുംബിതം തു. അത് ഒറിജിനൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, സംസ്കൃതം മുമ്പ് വായിച്ചിട്ടുണ്ട്, പല ശ്ലോകങ്ങൾ അലങ്കാര ജടിലമായിട്ടുള്ള പലതും വായിച്ചിട്ടുണ്ട്. ഈ കവിതയുടെ, അതായത് ഗോയിധെ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ സംസ്കൃതം പഠിക്കണം, ശാകുന്തളം വായിക്കാൻ വേണ്ടി മാത്രം, ബാക്കിയൊന്നും വേണ്ട. ഇറ്റ് ഈസ് വർത്ത്
സംസ്കൃതം പഠിക്കുന്നത് കാളിദാസ ശാകുന്തളം വായിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക, വേറെ ഒന്നിനും വേണ്ട. ആ ഒരു അത് ശാകുന്തളം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളിലാണെങ്കിലും ഋതുസംഹാരം ഫോർ എക്സാമ്പിൾ, ഋതുസംഹാരം അല്ലെങ്കിൽ മാളവിക മിത്രം നാടകങ്ങൾ, പിന്നെ മഹാകാവ്യങ്ങൾ സംസ്കൃതത്തിൽ ധാരാളം ഉണ്ട്. എല്ലാത്തിനകത്തും ഈ പറഞ്ഞ പൂങ്കാവാഴി, വിവാഹം, അദ്രിനഗരം, കുറേ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് വർണ്ണിക്കുന്ന വലിയ 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 പടപ്പുകളാണ് മഹാകാവ്യങ്ങൾ. മഹാകാവ്യങ്ങൾ വായിച്ച് വെറുത്തു പോകും. നമുക്ക് വള്ളത്തോളിൻ്റെ ചിത്രയോഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ജീവിതം തന്നെ വെറുത്തു പോകും. ഇതൊക്കെ വെറുതെ എത്ര പേജിട്ട് ആണ് വേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നതിനകത്ത്. പക്ഷെ കാളിദാസന്റെ കുമാരസംഭവം എങ്ങനെയല്ല. കുമാരസംഭവം പോലെ ഒരു കാവ്യം, മഹാകാവ്യം എന്ന് ചില മഹാകാവ്യത്തിന് ചില ലക്ഷണമൊന്നും ഇല്ല. എന്നാൽ പോലും ആ വിൺഗംഗയിൽ നിന്ന് പറിച്ചുണക്കി കോർത്ത ഒരു തണ്ടാർ മണിമാലയപ്പോൾ ഓമൽക്കരത്തിങ്കൽ എടുത്തു ഗൗരി തപസ്വിയാം ദേവനു കാഴ്ചവെച്ചാൾ. ഞാൻ ഏറെ അർജുനാണ് ചൊല്ലുന്നത്. ആ വർണ്ണനകൾ അതൊരു വർണ്ണനകളാവാതെ, അതായത് ശ്ലേഷമോ യമകമോ ഒക്കെ കൊണ്ടുവന്ന് വികൃതമാക്കാതെ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചു തരുന്ന ആ മനോഹരമായ ആ ഒരനുഭൂതിയാണ് കാളിദാസ കൃതികൾ എനിക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാളിദാസന്റെ വർണ്ണനകൾ, ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള അന്നത്തെ ഇതിലുള്ള വർണ്ണനകൾ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉദാഹരണമായിട്ട് ശകുന്തളയുടെ ഒരു വർണ്ണനയുണ്ട്. ക്ഷാമക്ഷാമകപോലമാനനം ഉരക്കാഠിന്യമുക്തസ്തനം പദ്യക്ലാന്തധര പ്രകാമവിനതാവംസൗ ചവിപ്പാണ്ഡുര ശോച്യാച പ്രിയദർശനാച മദനക്ലിഷ്ടേയമാലക്ഷ്യതേ പത്രാണാമിവ ശോഷണേന മരുതാസ്തു ആലതാമാധവി. ആ ക്ഷീണിച്ചുള്ള ആ ഇരുപ്പ്, ഒട്ടീഹന്ത കവിൾത്തടം കുജമതിൽ കാഠിന്യമസ്പഷ്ടമായി നേർന്ന അർജുനുണ്ട്. അത് വെറുതെ ഒരു വർണ്ണനയ്ക്ക് വേണ്ടി എഴുതുന്നതല്ല. അതിൻ്റെ ഓരോ, അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അല്പം മുമ്പ് ആരോ പറഞ്ഞതുപോലെ ഒരു ദിവസം മുഴുവൻ പറയാനുണ്ട് അതിനകത്തെ ഓരോ കാര്യങ്ങൾ. അതുപോലെ അതിൽ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ച പലരും ഒരു വാക്ക് പോലും മാറ്റാൻ പറ്റാത്ത, കാലടി രാമൻ നമ്പ്യാരൊക്കെ പറയുന്നുണ്ട് സമുദ്രം എന്നുള്ള വാക്ക് മാറ്റാൻ പറ്റില്ല. കാര്യം ഇത് പരിഗ്രഹ ബഹുത്വേപി ദ്വയപ്രതിഷ്ഠേമം എന്നുള്ള ശ്ലോകത്തില് പല പരിഗ്രഹമുണ്ടിവനെങ്കിലും കുലമതിൽ നിലനിൽപ്പിന് രണ്ടുതാൻ സലില രാശികൾ ചുറ്റിടും മൂഴിയും സലിലജേക്ഷണ നിങ്ങളുടെ തോഴിയും. സലിലരാശികൾ ചുറ്റിടും ഊഴിയും ഉദതി കാഞ്ചി അണിഞ്ഞിടും ഊഴിയും ഏഴാഴിക ചൂഴു ഊഴി, ഇങ്ങനെയൊക്കെ പല ഊഴിയുണ്ട്. പക്ഷെ അതിൽ സമുദ്രം എന്നുള്ള വാക്ക് മാറ്റാൻ പറ്റില്ലെന്നാണ് കാലടി പറഞ്ഞത്. കാര്യം അതിന് ശകുന്തളയ്ക്ക് സാപത്ന്യ ദുഃഖം ഉണ്ടാവില്ല എന്നൊരു അർത്ഥത്തിനകത്ത് വന്നിട്ടുണ്ടെന്ന്. സമുദ്രനാണ്. അതെ. അപ്പോ ഒറ്റ വാക്ക് മാറ്റാൻ പറ്റില്ല. ആഴി ഊഴിയൊന്നും പോരാ അവിടെ. അപ്പോ പിന്നെ അതിന്റെ കുറച്ചൊക്കെ വ്യാഖ്യാതാക്കളുടെ പ്രശ്നമാണ്. ആളുകൾ ഇങ്ങനെ കീറി മുറിച്ച് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, കാളിദാസൻ ഉദ്ദേശിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട്. എങ്കിലും അല്ല, ഈ കാളിദാസന്റെ എല്ലാ കൃതികളും മഹത്താണെന്ന് എനിക്ക് അഭിപ്രായം കേട്ടോ. വിക്രമോർവശി എന്നൊരു നാടകമുണ്ട്, എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, വളരെ ബുദ്ധിമുട്ടിയാണ്. അവിടെ ഇവിടെയൊക്കെ അസ്യാസർഗവിധവും പ്രജാവ് കുറെ ശ്ലോകങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ അത് അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളൊന്നും ആയിരിക്കാം. അപ്പോ സമയം എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ മുകളിലോട്ടാണോ പോയത്? ഓക്കെ, ഞാൻ താഴോട്ടാണെന്ന് വെച്ചിട്ട് നോക്കുമ്പോ 6 മിനിറ്റ് ബാക്കി. 6 മിനിറ്റ് ആയെന്താണ്? അതിമോഹമാണ് ഉമേഷ. 30-ലാണ് തുടങ്ങിയതല്ലേ? അപ്പോ സ്വാധീനിച്ച കാളിദാസൻ ഞാൻ ഇപ്പോഴും വായിക്കുന്ന പുസ്തകങ്ങളാണ് കാളിദാസ കൃതികൾ. അത് ഇപ്പോഴും എന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എൻ്റെ കാവ്യാസ്വാദനം കാളിദാസന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ അതൊരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു.
കാളിദാസനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഷേക്സ്പിയറെ പോലെയോ അല്ലെങ്കിൽ പുഷ്കിനെ പോലെയോ ഒക്കെ നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന കാളിദാസനെ പറ്റി ഇവിടെ അല്പം പറയാൻ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷനാണ്. നമ്മൾ ഈ സമയത്തിന്റെ ഒരു ഇതില് കാളിദാസനെ പറ്റി ഈ പറഞ്ഞ പോലെ ഒരു ദിവസം മുഴുവൻ പറയാനുണ്ടാവും. എനിക്ക് അത്ര അങ്ങനെ നേരിട്ട് വായിച്ചുള്ള പരിചയമില്ല, പരിഭാഷകൾ അതുപോലുള്ള ഇതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. വളരെ നന്ദി ഉമേഷ് അത്രയും പരിചയപ്പെടുത്തിയതിൽ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വായിക്കാനൊരു ഉത്തേജനമായി. താങ്ക് യു. ഇനിയുള്ളത് നമ്മുടെ ശ്രീയാണ്, ശ്രീ വള്ളത്താണ് പറയുന്നത്. ഖസാക്കിന്റെ ഇതിഹാസമാണ് അദ്ദേഹത്തിന്റെ കൃതി, ഒ.വി. വിജയന്റെ പ്രശസ്തമായ കൃതി. അതിലേക്കൊരു വാതായനം എനിക്ക് തുറന്നു കിട്ടും എന്ന പ്രതീക്ഷയിൽ ശ്രീയെ വിളിക്കുന്നു. കാരണം ഞാൻ പണ്ട് വായിച്ചപ്പോൾ എനിക്ക് രസിച്ചില്ല. ഇനി ചിലപ്പോൾ വായിച്ചാൽ രസിക്കുമായിരിക്കും. ഞാൻ കുറച്ചുകൂടെ വലുതായില്ലേ, അതുകൊണ്ട് പ്രതീക്ഷ അസ്ഥാനത്താവും തോന്നുന്നു. കാരണം വായന എന്നുള്ളത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതൊരിക്കലും ഒരാൾ വായിച്ചതായിരിക്കില്ല വേറൊരാൾ വായിക്കുക. എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കൃതി തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ധാരണ അസ്ഥാനത്തായിരിക്കും. പിന്നെ ഇവിടെ 1-2 പേര് ഓൾറെഡി കത്തിയൊക്കെ ഊരി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഖസാക്കിനെ പറ്റി പറയുന്നത് അത് ശരിയല്ല, ഒരു മോശമായിട്ടുള്ള സംഗതിയാണ്. ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്കും തോന്നിയത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ തീരെ വായിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ കുറവായിരുന്നു വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും വായിക്കുമ്പോൾ ഈ ആനുകാലികളിലൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അതൊക്കെ ഞാൻ വായിക്കാനുള്ള 6-ാം വിരലും മറ്റേ പരിണാമവും അങ്ങനെയൊക്കെ വായിച്ചിട്ടുള്ള ശീലം എനിക്കുള്ളൂ. അതിൽ കൂടുതൽ യാതൊരു പാരമ്പര്യമില്ലാത്ത ആളാണ്. എന്നാലും ഒരു 20 വയസ്സായപ്പോ ഈ ഖസാക്ക് അത് വലിയൊരു സംഭവമാണെന്ന് കേട്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അപ്പൊ എടുത്ത് നോക്കിയപ്പോ എനിക്ക് ഈ പറഞ്ഞ അനുഭവമാണ് ഉണ്ടായത്. എനിക്കൊന്നും മനസ്സിലായില്ല. ആ കൂടെ ഒരു പുകയാണ്. ഇതിൽ എന്തൊക്കെയോ ഇങ്ങനെ ഈ ശരിയല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇയാളാകെ കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. ഞാനത് വായിച്ചു തീർത്തു. ഈ ഇന്നലെ പറഞ്ഞ പോലെ പറയുമ്പോൾ ഒരു വെയിറ്റ് ആയല്ലോ, ഖസാക്കൊക്കെ വായിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തിരക്കേടില്ലാത്ത ഒരാളാണെന്നൊരു ഫീലിംഗ് കിട്ടുമല്ലോ. അങ്ങനെ വായിച്ചു വെച്ചു എന്നല്ലാതെ ഞാനത് പിന്നെ ഞാൻ ഖസാക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പിന്നെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇടയിൽ വായന എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്നെ സ്വാധീനിച്ച കൃതി എന്ന് പറയാൻ വായനയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന കൃതിയാണ് ഖസാക്ക്. പുനർവായനയിൽ എന്നെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കൃതിയാണ് ഖസാക്ക്. അപ്പൊ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പ്രധാനപ്പെട്ട ആരച്ചാറൊക്കെ വായിച്ചിട്ടുണ്ട്, ആടുജീവിതം വായിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഇതിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വായന തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കോവിഡ് കാലം വന്നു. കോവിഡ് കാലം വന്നപ്പോൾ എന്തുണ്ടായി? അതുവരെ വളരെ സുഘടിതവും സുഗമമായിട്ട് നമ്മൾ കൊണ്ടു നടന്നിരുന്ന ഒരു രുജുവായ ഒരു രേഖയിൽ, നേർരേഖയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ കൊണ്ടു നടന്നിരുന്ന ജീവിതം വഴിമുട്ടിപ്പോയി. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള പല സംഗതികളും ഇപ്പൊ പ്രാവർത്തികം അല്ലാതായി. അപ്പൊ അതിന്ന് നമുക്ക് എപ്പോഴും ഈ ഒരു സെർട്ടനിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത് ജീവിതത്തിൽ. ആ സെർട്ടനിറ്റി പോയി, ഒരു സന്ദിഗ്ധത കൂടി വന്നു. ആ ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ട് ഞാൻ ക്ലബ് ഹൗസിൽ, അപ്പൊ ഈ ക്ലബ് ഹൗസൊക്കെയാണ് അന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള ഒരു വാതായനങ്ങൾ. ക്ലബ് ഹൗസിൽ പി കെ രാജശേഖരൻ ബുക്ക് സ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അതിൽ ഖസാക്കിനെ കുറിച്ച് അദ്ദേഹം വളരെ വിപുലമായിട്ട് സംസാരിച്ചപ്പോൾ അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഖസാക്കിന്റെ 50-ാം വാർഷികം പ്രസിദ്ധീകരിച്ച 50-ാം വാർഷികം 2019 69-ലാണ് പ്രസിദ്ധീകരിച്ച് 2019 50-ാം വാർഷികമായിരുന്നു. അപ്പൊ ആ 2 കാരണങ്ങൾ കൊടുത്തപ്പോ ഞാൻ എന്റെ മനസ്സിലുണ്ട്, 50 ആയപ്പോ കേരളത്തിലൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് ഇത് കൊണ്ടാടപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഈ PKRന്റെ ക്ലബ് ഹൗസിലുള്ള ലെക്ചറും കൂടി കേട്ടപ്പോ എന്നാ പിന്നെ ഒന്നും കൂടി എടുത്ത് നോക്കാന്ന് വിചാരിച്ചു. ആ വായനയാണ് എന്നെ വായനയിലേക്ക് തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് എന്നെ സ്വാധീനിച്ച കൃതി എന്ന് ഞാൻ പറയുന്നത്. ഇത് എന്റെ അനുഭവമാണ്, എന്റെ നേരനുഭവമാണ്, എന്റെ പേഴ്സണൽ അനുഭവമാണ്. ദിസ് മേ നോട്ട് ബി റിപ്പീറ്റഡ് when you read it. അപ്പൊ എന്തൊക്കെയാണ് ഇതൊക്കെ ഇത്രയും തലനാരിലെ കീറി മുറിച്ച് പരിശോധിക്കപ്പെട്ട വേറെ കൃതികൾ ഉണ്ടാവില്ല. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് മൗലികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് യുക്തിഭദ്രമെന്ന് തോന്നിയ കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഇതിന്റെ ആദ്യത്തെ തുടക്കം, ഇതൊക്കെ ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ള തുടക്കങ്ങളാണ് ഇപ്പൊ. കാരണം പറഞ്ഞ് പക്ഷെ അതിന് ഭയങ്കര ഒരു മിസ്റ്റിക് സ്വഭാവമുണ്ട്. അപ്പോ ഇന്നലെ ഇവിടെ വിനോദ് പറഞ്ഞത് ഈ വായന വഴിമുട്ടുന്നത് ഒരു കാരണം ഈ
നമ്മൾ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. അത് ആദ്യത്തെ വരിയിൽ തന്നെ ഒരു ബുക്കിൽ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് അങ്ങനെ വലിയ വായനയൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ആദ്യത്തെ വരി തന്നെ വേണം. ഹെമിംഗ്വേ പറയുന്നുണ്ട് നല്ലൊരു നോവൽ എങ്ങനെ എഴുതാം, സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് ലൈൻ. ഒരു വരി നന്നായി തുടങ്ങുക, ആ വരി പിടിച്ച് രണ്ടാമത്തെ വരി എഴുതുക, മൂന്നാമത്തെ വരി എഴുതുക, ഇങ്ങനെ ഹെമിംഗ്വേ പറയുന്നുണ്ട്. എനിവേ ഇത് ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ, കാരണം ഞാൻ പറയുന്നതിനേക്കാളും ഈ വായിക്കുമ്പോൾ കൂമങ്കാവിൽ ബസ് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതിക്കാവുന്നു. വരുംവരായകളുടെ ഓർമ്മയിൽ എവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ട് ഹൃദ്യസ്ഥമായി തീർന്നതാണ്. കനിവ് നിറഞ്ഞ വാർദ്ധക്യം, കുഷ്ഠം പറ്റിയ വേരുകൾ, എല്ലാം അത് തന്നെ. ഇത് വായിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ്. ആ തോന്നലാണ് വായന മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു ക്രാഫ്റ്റ്, ആ എഴുതുന്നതിൽ, അതായത് ഇത് ഈ പ്രേതങ്ങളും ഭൂതങ്ങളും കുടികൊള്ളുന്ന ഒരു ലോകം, ഒരുതരം ഹൈപ്പർ റിയാലിറ്റി, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡ്, ഒരു ആംബിയൻസ്, അത് വളരെ വളരെ ക്രാഫ്റ്റോട് കൂടി വിജയം നിർവഹിക്കുന്നുണ്ട്. അതൊരു കാര്യം. ഇത് രണ്ടാമത്തത് ഇതിലുള്ള മിത്തുകളാണ്. അതായത് ഇത് ഒരുവിധം എല്ലാവരും ഇവിടെ വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. രവി വളരെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത് ഈ കാലഘട്ടത്തിന്റെയും കൂടെ ഒരു ഇതാണ്. നമ്മൾ ഈ കോവിഡ് വരുമ്പോൾ പല വിശ്വാസ സംഹിതകളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. നമ്മൾ വിചാരിച്ചിരുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നോക്കുമ്പോൾ രവി ഇവിടേക്ക് വരുന്നത് ഒരുപാട് പാവഭാരങ്ങളെല്ലാം പേറിയിട്ടാണ്. നമുക്കറിയാം, ചെറിയമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്വാമിനിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പാവഭാരങ്ങൾ. പക്ഷെ അദ്ദേഹം ഇവിടെ വരുന്നത് ഒരു മോഡേൺ മാൻ ആയിട്ടാണ്. കാരണം ആസ്ട്രോഫിസിക്സിൽ പ്രിൻസ്റ്റണിലൊക്കെ അഡ്മിഷൻ കിട്ടിയ ആളാണ്. അവരുടെ കുടുംബപരമായിട്ട് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാരാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് രവി വരുന്നത് ഈ ഒരു ചെറിയൊരു ഹാംലെറ്റ്, ഒരു വില്ലേജിലേക്കാണ്. അപ്പൊ അതില് അങ്ങോട്ട് വരുമ്പോ ഈ ഗ്രാമത്തില് മിത്തുകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ രണ്ടാമത്തെ അധ്യായത്തിൽ ഞാൻ ഒന്ന് പ്രതിപാദിക്കാം, ആ മിത്തുകളുടെ ബലം കാണിക്കാനായിട്ട്. പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബുൽ അൽമീനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സെയ്ദ് മിയാൻ ഷെയ്ഖും തങ്ങളുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ ഷെയ്ഖ് തങ്ങളാവട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത്. ഇത് അവരുടെ ലോക്കലായിട്ടുള്ള ഒരു മിത്താണ്. പക്ഷെ ആ മിത്ത് അതിൽ തന്നെ ഒരുപാട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് പറയാവുന്നതാണ്. പക്ഷെ ആ മിത്ത് ഒരിക്കലും ആ കഥാപാത്രങ്ങളെയോ ആ കഥാപാത്ര സിറ്റുവേഷൻസിനെയോ ഒരു ഭാരമായിട്ട് വരുന്നില്ല. ആ മിത്ത് അവിടെ ഓർഗാനിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മിത്താണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, അവിടെ താമസിക്കുന്നവർക്ക് ആ മിത്തുമായിട്ട് ഇടപഴകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് ആ റിയാലിറ്റിയിൽ നിന്നും ആ ഹൈപ്പർ റിയാലിറ്റിക്ക് മാറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ളൊരു മിത്തിക്കലായിട്ടുള്ള ഒരു എൻവയറൺമെന്റ്. പക്ഷെ അത് വളരെ ജൈവപൂർണമായിട്ടുള്ള ഒരു സാന്നിധ്യം കൂടിയാണ് ഖസാക്കിൽ. ഫോർ എക്സാമ്പിൾ, ഇതില് ഒരു കൂമങ്കാവിലാണ് രവി വന്ന് ഇറങ്ങുന്നത്. നടക്കുന്നത് ചെതലിമലയൊക്കെയാണ്. ഈ കൂമങ്കാവ് എന്ന് പറയുന്നത് ഈ എന്താ പറയാ, നമ്മുടെ മനുഷ്യവാസം അല്ലെങ്കിൽ സിവിലൈസേഷന്റെ ഒരു ലാസ്റ്റ് ഔട്ട് പോസ്റ്റ് ആണ് കൂമങ്കാവ്. ചെതലിമലയാവട്ടെ ഈ തരം മിത്തുകളും ജിന്നുകളും പ്രേതങ്ങളും ഭൂതങ്ങളും ആത്മാക്കളും എല്ലാം നിറഞ്ഞ ഒരു വിശിഷ്ട ഒരു അത്ഭുത പ്രപഞ്ചം. ആ ഒരു ജക്സ്റ്റപൊസിഷൻ, നേരത്തെ ഉപയോഗിച്ച പദം സിവിലൈസേഷൻ, വന്യത എന്നുള്ളത്, എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ആ വന്യതയില് അവിടെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് ഈ വന്യത കാണിക്കാനായിട്ട്. വളരെയധികം, അതായത് കരിമ്പനകൾ നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശം. അതിന് കടന്ന് തുമ്പിയും എട്ടുകാലികളെ പിടിക്കാൻ പോകുന്ന സ്കൂൾ കുട്ടികൾ ഒരു ദിവസം ക്ലാസ്സിൽ വരുന്നില്ല. എന്താന്ന് ചോദിച്ചപ്പോ ഈ എട്ടുകാലിയും പുഴുവിനെ പിടിക്കാൻ പോയിരിക്കുകയാണ് മന്ത്രവാദിക്ക് വേണ്ടിയിട്ട്. അതൊരു നല്ല കാരണമാണ്.
ക്ലാസ്സിൽ പോകാതിരിക്കാൻ. ഒരു പ്രത്യേക ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മളെ അങ്ങോട്ട് ലഹരി പിടിപ്പിക്കുന്ന ഒരു തരം ഒരു വ്യാഖ്യാന രീതി. പിന്നെ ഇതിൽ വേറൊരു ഇത് പറയുന്നത് ഈ എവല്യൂഷനെ പറ്റിയിട്ട് അദ്ദേഹം പ്രതിപാദിക്കും. ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ കൂടുതൽ വിവരമുള്ളവർ ക്ഷമിക്കുക. എങ്ങനെയാണ് പോകുന്നത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. ആദിയിൽ 2 ബന്ധുക്കൾ ഉണ്ടായിരുന്നു. ചേച്ചി ചെമ്പകപ്പൂവായിട്ട് നിന്നു, അനിയത്തി ദൂരെ നടന്നുപോയി. ദൂരെ നടന്നു പോയിട്ട് ഒരു പരിണാമദശയിൽ തിരിച്ചു വരുന്നത് ഈ പൂ പറിക്കാൻ ഉള്ള ഒരു കുട്ടിയായിട്ടാണ്. അപ്പോൾ ചേച്ചി അനിയത്തിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ നീ മറന്നുപോയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ എത്ര നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ വിട്ട് പ്രകൃതി നമുക്കൊരു ഉപഭോഗ വസ്തുവായി തീരുന്നതിന്റെ നല്ലൊരു ഒരു നിതാന്തമാണത്. അത് വേറെ ആൾക്കാരെ അതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം. ഇത് എടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി കഴിഞ്ഞു ജഗൻ മനോരമ്യ ഭാഷ. ഈ നാനാജഗൻ മനോരമ്യ ഭാഷ നഷ്ടമാവുന്നതിന്റെ ഒരു കഥ കൂടിയാണ് ഖസാക്ക്. പിന്നെ ഇതിൽ ഭാഷയുടെ കാര്യം ഞാൻ സമയക്കുറവുകൊണ്ട് ചുരുക്കി പറയാണ്. ഈ രൂപങ്ങളുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. വാക്കുകളെടുത്ത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു സമന്വയമാക്കിയിട്ട് വിജയൻ ചെയ്യുന്ന ഒരു ആൽക്കമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 തുലവും വാല്യുബിൾ അല്ലാത്ത 2 എലിമെന്റ്സിനെ ചേർത്തിട്ട് സ്വർണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ആൽക്കമി. അതാണ് വിജയൻ ചെയ്യുന്നത്. അതില് ഈ കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു ചക്കുറാവുത്തർ ഉണ്ട്. ഈ ചക്കുറാവുത്തർ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അയാള് ഈ കിണർ വൃത്തിയാക്കുന്ന ഒരാളാണ്. അപ്പൊ വെള്ളമായിട്ട് അയാൾക്ക് നല്ല സമ്പർക്കമുള്ള ആളാണ്, വെള്ളത്തിൽ വളരെ എക്സ്പേർട്ടാണ്. പക്ഷെ അയാൾ ഒരു തെറ്റ് ചെയ്യും. അദ്ദേഹത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല. തെറ്റ് ചെയ്തിട്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് ജലസമാധി പോവാണ്. അതിങ്ങനെയാണ് വിവരിക്കുന്നത്. അയാൾ കിണറ്റിലേക്ക് കൂപ്പുകുത്തി വെള്ളത്തിന്റെ വിലീസ് പടുത്തുകളിലൂടെ ചില്ലുവാതുകളിൽ കിടന്ന് സ്വപ്നത്തിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അയാൾ യാത്രയായി. ഇത് പറയുമ്പോൾ അധികം അട്ടർ പോയറ്റിക് ഒരു അട്ടറൻസ് ആണ്, എക്സ്ട്രീം പോയറ്റിക് അട്ടറൻസ് ആണ് എൻ്റെ ഒരു. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഊർജം, ഇത് വായിച്ചപ്പോൾ കിട്ടിയ വായനയുടെ ഒരു വലിയ പ്രപഞ്ചം, അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഒരു 4-5 കൊല്ലത്തിൽ. അപ്പോൾ ഇത് നമുക്കറിയാം, മലയാള സാഹിത്യത്തില് ഈ ഖസാക്കിന് മുമ്പ് ഖസാക്കിന് ശേഷം അങ്ങനെ 2 ഡിവൈഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഖസാക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കൃതികൾ വന്നിട്ടുണ്ടാവാം, വേറെ ഭാഷകൾ വന്നിട്ടുണ്ടാവാം. എനിക്ക് അതിനോടൊന്നും വലിയ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത്തരം കൃതികൾ തേടിപ്പോയി. അപ്പോൾ മാർക്കേസിന്റെ 100 Years ആയാലും അതെല്ലാം വായിച്ചു. വിജയന്റെ തന്നെ വേറെ കൃതികൾ വായിച്ചു നോക്കി, ധർമ്മപുരാണം, ഗുരുസാഗരം എല്ലാം വായിച്ചു നോക്കി. അതിലൊന്നും ഇല്ലാത്തൊരു മാജിക്കൽ എലിമെന്റ് ഇതിലുണ്ട്. ആ എലിമെന്റ് തേടിയുള്ള നമ്മുടെ യാത്രയാണ് വായനയെ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു പോയിന്റ്, ഈ ഇതിന്റെയൊക്കെ തലതൊട്ടപ്പനായിട്ട് ഒരാളുണ്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ. അത് ഈ യുവാൻ റുൾഫോ എന്ന് പറഞ്ഞിട്ട് ഒരു മെക്സിക്കൻ എഴുത്തുകാരൻ, പെഡ്രോ പരാമോ എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാളും ഗംഭീരമായിട്ട്, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ഖസാക്കിനെ കവച്ചു വയ്ക്കാൻ കഴിഞ്ഞ ആ ഒരു ഭാവന. അത് റിയലിസത്തിനല്ല, ഈ എംടിയുടെ കൃതികളിലൊക്കെ റിയലിസമാണ്, പച്ച ജീവിതം അങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഖസാക്കിൽ അങ്ങനെയല്ല, ഭാവനയുടെ ഒരു കളിവിളയാക്കുക. അപ്പോൾ അതുകൊണ്ട് ഖസാക്ക് ഒന്നും കൂടി വായിച്ചു നോക്കുക. ശരി. രാജി മേനോന്റെ യാതൊരു പരിചയമില്ലാത്ത ഒരു ബുക്കും ഒരു പരിചയമില്ലാത്ത എഴുത്തുകാരനെ പറ്റി രാജി എന്നെ മാത്രമല്ല നമ്മൾ പലർക്കും, എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഈ മുഹമ്മദ് അബ്ബാസ്, ഒരു പെയിന്റ് പണിക്കാരന്റെ ലോകസഞ്ചാരങ്ങൾ ഞാൻ കേട്ടിട്ടെങ്കിലില്ല. ആദ്യം കാണുന്നത് രാജി ആ ബുക്കിന്റെ കവർ പേജ് അയക്കുമ്പോഴാണ്. അത് ഞാൻ കാത്തിരിക്കുന്നു, ഞങ്ങളെ ഇൻസ്പയർ ചെയ്യൂ എന്ന ഒരു അഭ്യർത്ഥനയോടെ.
ജേക്കബ് സാറിനെ വല്ലാതെ ചിന്താക്കുഴപ്പത്തിലാക്കി. നമ്മളെ സ്വാധീനിക്കുന്ന കൃതികൾ എന്നൊക്കെ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് തപ്പാൻ തുടങ്ങി. ഇത് എവിടെയാണ് അപ്പൊ സ്വാധീനിച്ചത്, എങ്ങനെ ഇതിന്റെ എവിടെയാണ് ഇതിന്റെ എലിമെന്റ് വരുന്നത്? അപ്പൊ ഞാൻ എൻ്റെ അപ്പൂപ്പനെ ഓർത്തു, പണ്ട് പ്രേമസംഗീതം ഉള്ളൂരിന്റെ ഒരൊറ്റ മതമുണ്ടല്ലോ ഗണ്യവരം, അതാണ് ആദ്യം സ്വാധീനിച്ചത്. എങ്ങനെയൊക്കെ വന്നാലും അതിന്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. അന്ന് ഒറ്റ ശാസ്ത്രത്തിൽ അത് പഠിപ്പിച്ച് കുറെ സ്റ്റേജികളിലൊക്കെ ചൊല്ലിച്ച് ചെയ്ത അപ്പൂപ്പനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മറ്റേ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെയൊക്കെ ഇതിലേക്ക് ഞാൻ ഒരാളോട് പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നു. ഇരിക്കുന്ന ഒരാളോട് തന്നെ സ്വാധീനിച്ച ആളാണ് നമ്മുടെ പഹേന്റെ ഇനിഷ്യലി ഉള്ള കുറെ ഇത് ആദ്യം നിങ്ങൾ തുടങ്ങിയ ബ്ലോഗുകൾ, ആദ്യമായിട്ട് പഹേനെ കണ്ട് സർഗവിധി തുടങ്ങിയ ദിവസമാണ് അന്ന്. പഹേന കയറി വരുന്നു, ഈ ബ്ലോഗുകളൊക്കെ പിന്നെ ഫോളോ ചെയ്ത് ഞാനൊരു ഭയങ്കര ആരാധികയായിരുന്നു. ഓരോന്നും കേട്ടിട്ട് ഞാൻ ഇത് അയക്കുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോന്നും കേട്ടിട്ട് ഞാനത്, കാരണം ആധുനിക സാഹിത്യത്തിലേക്ക് നമുക്കൊരു വാതിൽ തുറന്നു തന്നത് പുള്ളിയാണ്. പുള്ളി കുറെ ഈ എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറെ പേരുടെ പേരൊക്കെ പറയും. ഈ പേരൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ ആരാണിത് പറയാമോ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോഴും എനിക്കൊന്നും പറയാനല്ല, എനിക്ക് ഇംഗ്ലീഷ് ഇച്ചിരി പുറകോട്ടാ. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കുറെ എഴുത്തുകാരൊക്കെ ഉണ്ടെന്ന്. എന്നാലും പിന്നെ മലയാളം വായിച്ച് കൂടി ഈയിടെ ഈ ഫേസ്ബുക്കിലാണ് ഈ മുഹമ്മദ് അബ്ബാസ് എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതുപോലെ അദ്ദേഹത്തെ, എനിക്ക് കൂടുതലും എന്നെ സ്വാധീനിച്ചതിനേക്കാളും എനിക്ക് ഇദ്ദേഹത്തെ കാണുന്നവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം, നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ വായിക്കണം, ആ ഒരു ചിന്തയാണ് കൂടുതൽ. പിന്നെ ഞാൻ പറയാം എങ്ങനെ തന്നെ. ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ, ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഒരു 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നത്. മലയാളം പഠിച്ചത് കേരളത്തിലേക്ക് മാറിക്കഴിഞ്ഞാണ് മലയാളം പഠിച്ചത്. അദ്ദേഹം 2 വേശ്യാവൃത്തി ചെയ്യുന്ന 2 സ്ത്രീകൾക്ക് രാത്രിയിൽ ഇങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൂട്ടിരിക്കുമായിരുന്നു. അപ്പം അവരാണ് അദ്ദേഹത്തിനെ മലയാള ഭാഷ അമ്മ എന്ന് മണ്ണിൽ എഴുതിയാണ് പഠിപ്പിച്ചത് ആദ്യം, അമ്മ എന്നുള്ളത്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ ബുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ബുക്ക് കിട്ടിയത് അവർക്ക് കൂലി കൊടുക്കാതെ ഒരാളൊരു കോഴിക്കോട്ടെ ഒരു സാഹിത്യകാരൻ പ്രമുഖ സാഹിത്യകാരൻ കൂലി കൊടുക്കാതെ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവര് കുത്തിനെ പിടിച്ച് നിർത്തിയപ്പോൾ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ബുക്ക് എടുത്തു കൊടുത്തു. ഇതേ ഉള്ള എന്റെ കയ്യിൽ പൈസ ഇല്ല. അത് മുഹമ്മദ് ബഷീറിന്റെ ബുക്കായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ സാഹിത്യം യൂസ് ചെയ്യാൻ, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും ഞാൻ വരുത്തിച്ചു. പിന്നെന്താണ്, വിശപ്പ്, പ്രണയം, ഉന്മാദം. വിശപ്പ്, പ്രണയം, ഉന്മാദം, ഈ 3 വികാരങ്ങളാണല്ലോ നമ്മുടെ എല്ലാം നയിക്കുന്ന കാര്യങ്ങൾ. വിശപ്പ്, പ്രണയം, ഉന്മാദം. പിന്നെ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ, അല്ലെ, ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ. അപ്പൊ അതൊക്കെ വായിച്ചു. പിന്നെ മനുഷ്യൻ എന്നുള്ളത് സുഖകരമായ ഏർപ്പാടല്ല, ഒരു ബുക്കിന്റെ പേരാണ്. അതൊക്കെ വായിച്ചു. അതൊക്കെ കൊള്ളാം. അതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു സാധാരണ ബുക്കുകൾ. ഒരു പെയിന്റ് പണിക്കാരന്റെ ലോക സഞ്ചാരങ്ങൾ, ഇതെന്നെ വല്ലാതെ, ആ പേര് തന്നെ വല്ലാതെ ആകർഷിച്ചു. എന്താണിത്, അദ്ദേഹം ലോകം കാണാൻ പോയോ? അപ്പൊ അതിലൂടെ തുറന്നപ്പോഴാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ ഫസ്റ്റ് ഇത് ഏകാധിപതിയുടെ കുതിരകൾ. അതായത് നമ്മുടെ ഒറ്റ നോവൽ കൊണ്ട് ആരെ കുറിച്ചാണ്? ഹുവാൻ റൂൾഫോ, താങ്കൾ പറഞ്ഞ പേര് പെഡ്രോ പരാമോ. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചാണ്. ഈ ബുക്കിനകത്ത് എനിക്ക് വളരെ പാടാണ് ഇത് പറഞ്ഞ പോലെ. ഞാൻ ഇതിനകത്ത് പോയി ഓരോന്നും വായിച്ചു നോക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ ഹെഡിങ് ഡിഫറെന്റ് ആണ്. അതായത് ഈ പെയിന്റുകാരൻ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഈ ഏകാധിപതിയുടെ കുതിരകൾ എന്നാണ് ഈ ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്റെ പരിപാടി ഇതൊക്കെ വായിച്ചിട്ട് അത് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഈ ബുക്ക് പെഡ്രോ പരാമോയുടെ ഇതാണ്. അത് പുള്ളിയുടെ വായിച്ചു നോക്കും, പുള്ളിക്ക് അത് എങ്ങനെ ഡീൽ ചെയ്തു. എനിക്കിത് ബുക്ക് വായിക്കണം. എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? അറൗണ്ട് 37 ബുക്കുകൾ ലോക സാഹിത്യകാരന്മാരുടെ ബുക്കുകൾ വായിച്ചിട്ട് അത് അദ്ദേഹം വായിച്ച ചുറ്റുപാടുകളും. അപ്പൊ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് പെയിന്റ് പണിക്കാരനല്ലേ, വളരെ ഉച്ചയ്ക്കുള്ള 1.5 മണിക്കൂർ ആ ചൂടത്ത് ഇതിന്റെ ഇടയ്ക്കിരുന്നാണ് ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഫേസ്ബുക്കിലൂടെ സംസാരിക്കാറുണ്ട്. 1500 ബുക്കുകൾ അദ്ദേഹത്തിന്റെ ഇത് കളക്ഷനിലുണ്ടെന്ന് പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ വായന എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ഇതും ഓരോ ബുക്കുകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടെ അദ്ദേഹം അതിൽ എഴുതും. അപ്പൊ ഒരു 3 പേജൊക്കെ. അപ്പം എന്ത് രസമാണ് ഇത്. കുറെ അറിവുകളും. എനിക്കതിൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ല. കൊച്ചോ എന്ന ഗ്രാമത്തിൽ 1960 ജൂലൈ 2-നാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ചു മരിച്ചത്. അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നും അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യനെന്ന അത്ഭുത ജീവിതത്തിന് ചിലത് ശരിക്കും
ഞാൻ പെട്ടെന്ന് അല്ലല്ല, അദ്ദേഹത്തിന്റെ വായിച്ച ബുക്കുകളുടെ ഇതാണ്. നമ്മളെ അത് സ്വാധീനിക്കുന്നത് ഭയങ്കരമാണ്. കാരണം നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ചില ബുക്കുകൾ വായിച്ചേ പറ്റൂ. ദ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടോ, ദ പെർഫ്യൂം, അതിനെ കുറിച്ച് വായിച്ചു. ഭയങ്കര പെഡ്രോ പരാമ മൂവി വന്നു നെറ്റ്ഫ്ലിക്സിൽ വന്നു. പിന്നെ ഞാൻ ഗലീൽ ജിബ്രാൻ ജൈവ ഘടികാരങ്ങൾ, ഇദ്ദേഹം പറഞ്ഞ ചില ബുക്കുകളെ വായിക്കുക. ഇദ്ദേഹം വായിച്ച ബുക്കുകളെ കുറിച്ച് ശരിക്കും ഞാൻ വായിക്കാം. ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് പിന്നെ കിഴവനും കടലും, ഹെമിംഗ്വേയുടെ, പിന്നെ ദ ലോസ്റ്റ് റീഡർ, പിന്നെ കാട്ടുകടന്നൽ. ഇതെല്ലാം വലിയ വലിയ, എനിക്ക് ഇവരുടെ ഇംഗ്ലീഷ് വേർഡൊക്കെ വായിക്കാൻ പറ്റും. വൈറ്റ് ടൈഗർ, ഇരുട്ടിന്റെ ഇതെല്ലാം ഒരു പേജ് 2 പേജ് വീതം ഉള്ളോ? സമ്മറി അല്ല, ജസ്റ്റ് 2 പേജുകളും. പിന്നെ അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ച്, അപ്പൊ അതൊരു ഭയങ്കര തീഷ്ണമാണ്. ചില സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്ന പറയുമ്പോൾ, ഞാൻ ബുക്ക് വായിച്ച ആ കാറ്റ് കയറ്റ് അതിന്റെ പാറയുടെ മേളിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ കഞ്ഞി തിളച്ചു തൂകി, അത് അകത്ത് ഉള്ളി കഞ്ഞിയൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കരുന്ന് ഒരു പഴം കണ്ടതെടുത്ത് കഴിച്ച് കിടന്നുറങ്ങി. പക്ഷെ അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് ഈ ബുക്ക് തന്നു എന്നുള്ളതാണ്. നമ്മുടെ സിലിക്കൺ വാലിയിലും ഡൽഹിയിലും ഒക്കെ തുടരുന്ന അനീതികളുടെ, ബൽറാമുവാരും ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വെള്ളക്കടുവയ്ക്ക് കാലിക പ്രശസ്തിയുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് വായിച്ചു കഴിയുമ്പോൾ ഏതൊക്കെ ബുക്കുകൾ നമുക്ക് വായിക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ രാജലക്ഷ്മിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് വഴിയിലെ നിഴലുകൾ, പിന്നെ എന്താണ്, ഓരോ സ്ത്രീയുടെയും വ്യക്തി ജീവിതത്തെ അവരുടെ രചനകളുമായി കൂട്ടി വായിച്ച് രതിമൂർച്ച തേടുന്ന സമൂഹം തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്. ഇത് ഇദ്ദേഹത്തിന്റെ വരികളാണ്. രാജലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച് മുഹമ്മദ് അബ്ബാസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ നേരം ഭയങ്കരമായിട്ട് തന്നെ ഇത് ചെയ്തായിരുന്നു. എന്താണ് വിശപ്പില്, ഇതില് എന്തൊക്കെ പറഞ്ഞാലും ബുക്കുകൾ, അത് മാധവിക്കുട്ടിയുടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതൊരു കോൺട്രവേഴ്സ്യൽ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ സുഗതകുമാരി ടീച്ചറുടെ അമ്പലമണികൾ സരോജിനി നായിഡുവിന്റെ പറയാവോ, അറിയാവോ, ദി ബെല്ലിന്റെ കാർബൺ കോപ്പിയാണെന്ന് പി വത്സല കോപ്പിയാണെന്നും പി വത്സല ടീച്ചറുടെ ഗൗതമൻ JM ക്യൂറ്റ്സയുടെ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കിൾ കെ എന്ന നോവലിന്റെ മോഷണമാണെന്നും സാർ ഉറക്കത്തന്നെ വിളിച്ചു പറഞ്ഞു. ലോകത്തിലേക്കുള്ള ജാലകത്തിൽ എൻ കൃഷ്ണൻ നായർ വിളിച്ചു പറഞ്ഞു. ഇതൊരു വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഞെട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ. ശരിക്കും ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. ഒരു കാര്യങ്ങൾ കുഴപ്പമില്ല. പിന്നെ ഖലീൽ ജിബ്രാന്റെ ബുക്കിനെ കുറിച്ച്. അപ്പൊ ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ബുക്ക് വായിക്കണമെന്ന്. അതാണ് ഭയങ്കര ഒരു സ്വാധീനിച്ച കൃതിയാണ്. എവ്രി വൺ ഷുഡ് റീഡ് ഇറ്റ്. എനിക്ക് ശരിക്കും സ്വപ്നമുണ്ട് മുഹമ്മദ് അബ്ബാസിനോട് കൊണ്ടുവരണമെന്ന്. ഇതുപോലെ ഏതെങ്കിലും ഒരു ശരിക്കും ലാനയ്ക്ക് ഒരു സ്വപ്നം മുന്നോട്ട് വെക്കുന്നു. ശരിക്കും സീരിയസ്ലി ഹീസ് ലൈക്ക് റിയലി വർത്ത് ഇറ്റ്. പിന്നെ ഒരു ബുക്ക് ഉണ്ട്, ഷൗക്കത്ത്. ഇപ്പൊ റീസെന്റ് വായിച്ച് ഞാൻ സാറിനോട് പറയണ്ടായി. ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ, യു ഗൈസ് നോ ദിസ്. ഷൗക്കത്തിന്റെ ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ഇന്നോ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. ഒരു 4 ലൈൻ വായിച്ചിട്ട് ഷൗക്കത്തുമായിട്ട് ഞാൻ നിരന്തരം ചർച്ചകളിലൊക്കെ ഏർപ്പെടുകയും ഇത് വീട്ടിൽ അതിനൊരു സൈഡിലൊരു ഇതുണ്ട്. ഈ കവിത വായിച്ച് നിർത്തിക്കോളാം. കണ്ണിനോടൊരു വാക്ക്, കൺമുന്നിലുള്ളതെല്ലാം കണ്ടോളൂ, എന്നാൽ കാമ്പുള്ളതേ കനവിലെടുക്കാവൂ. എന്തുകൊണ്ടെന്നോ, കണ്ണൊന്ന് തെറ്റിയാൽ അന്ധരാകാവുന്ന കാഴ്ചകളാണ് ചുറ്റും. കാതിനോടൊരപേക്ഷ, ഇത് ഷൗക്കത്താണ്, ഇത് ഷൗക്കത്ത്. കാതിനോടൊരപേക്ഷ, എല്ലാം കേട്ടേ മതിയാകൂ എന്നറിയാം, കേൾക്കുന്നതെല്ലാം സുഖകരമല്ലെന്നും അറിയാം. അപ്പോഴും ഒന്ന് ഓർക്കുക, നോവുകൾ കേൾക്കാതെ പോകരുത്. നീ നിന്റെ കരുണ വെടിയരുത്. അറിവിനോടൊപ്പം അലിവും ചേർന്നതാണ് എന്നും ശ്രവണം പുണ്യമായിട്ടുള്ളത്. നാക്കിനോട് ഒരേ ഒരു പ്രാർത്ഥന, അകമേ നിന്ന് വാക്ക് പ്രവഹിക്കട്ടെ, ഒന്നു മാത്രം ശ്രദ്ധിച്ചാൽ നന്ന്. പ്രാണന്റെ ഗതി ശാന്തമാകും വരെ നാവിൻ തുമ്പിൽ അതൊന്നു വിശ്രമിക്കട്ടെ. അകമൊന്നു തണുത്താൽ അത് അഴിച്ചു വിട്ടോളൂ.
വാക്കു പിന്നെ അമൃതമാകും. ഒരു പാദത്തിനോട് കൂടെ പാദങ്ങളോട് സ്നേഹത്തോടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പാദങ്ങളോട് സ്നേഹത്തോടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വഴികളെല്ലാം തെളിഞ്ഞിട്ടുള്ളത്, എന്നാലും നടപ്പിലല്ല, നിൽപ്പിലാണ്. തെളിഞ്ഞതെല്ലാം വിളങ്ങിയിട്ടുള്ളത്, നടപ്പുപോലെ നിൽപ്പും പ്രധാനമെന്ന് നയത്തോടെ ബോധ്യമാകാൻ ഇടയ്ക്കൊക്കെ ഒന്ന്